പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. വളരെയേറെ സമാദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ എനിക്ക് മായൻ മാസ്റ്റർ, ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹിയുദ്ദീൻ കോയ ദാരിമി, മറ്റു പ്രഗത്ഭരായ ഉസ്താദുമാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്നേഹനദികളായ അഭ്യുദയകാംക്ഷികളുടെയുമൊക്കെ ഒരു സ്വപ്ന പദ്ധതി സമസ്ത മഹൽ, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സയ്യിദുൽ ഉലമ നിർവഹിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വ്യാപകമായി ഇങ്ങനെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സന്ദേശമെത്തിക്കാൻ നമ്മുടെ നേതാക്കൾ വളരെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു എന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് സ്വാലിഹീങ്ങളായ മഹാരഥന്മാർ അവർ നമ്മുടെ നാട്ടിൽ വരുന്നതും നമുക്ക് നസീഹത്ത് നൽകുന്നതും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ദുആ ചെയ്തു തന്നതും, അതൊക്കെ നമ്മുടെ ജീവിതകാലത്ത് നമുക്കെപ്പോഴും ഓർമ്മിക്കാനുള്ള ഏറ്റവും വലിയ ഓർമ്മകളും അനുഭവങ്ങളുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംരംഭത്തിലും ഈ മഹത്തായ പരിപാടിയിലും സാമ്പത്തികമായി സഹായിച്ചവർ, അധ്വാനിച്ചവർ, പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിലാണ് ഞാൻ പ്രഭാഷണം നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ ആത്മീയ പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇലാഹിയായ തൗഫീഖുള്ള ഒരു സംഘടനയാണ്. ഇത് പറഞ്ഞതാരാണ്? മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. കേവലം പ്രസ്ഥാനങ്ങൾക്കിടയിലെ ഒരു പ്രസ്ഥാനമല്ല, സംഘടനകൾക്കിടയിലെ ഒരു സംഘടനയല്ല സമസ്ത. നമ്മളും പറയാറുണ്ട്, മറ്റുള്ളവരും പറയാറുണ്ട്, ബഹുമാനപ്പെട്ട സമസ്ത, പുണ്യ സമസ്ത. സമസ്തക്കാർ മാത്രം പറയുന്നതല്ല. ഒരു സംഘടനയെ, ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് ചാനലുകാരും പത്രപ്രവർത്തകരും ജനപ്രതിനിധികളും പൊതുസമൂഹത്തിലുള്ള ആളുകളും മറ്റുള്ളവരും പറയുന്നു, ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട ഒരു സംഘടനയാണ്. ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ സംഘടനകളെക്കുറിച്ച് അവരുടെ ആളുകൾ പോലും അങ്ങനെ പറയാറില്ല? ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ സംഘടനയെ ബഹുമാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാറില്ല. KNMകാർ അവരുടെ പ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട KNM എന്ന് പറയാറില്ല. അല്ലെങ്കിൽ മറ്റേത് സംഘടനകളും. ഇത് 100 കൊല്ലം നമ്മുടെ നാട്ടിൽ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ സമസ്തക്കാരും പുറത്തുള്ളവരും ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഒരു വഴിയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശൈഖുന ശംസുൽ ഉലമ പറയാറുള്ളത്, ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ വഴിയാണ്
ലക്ഷക്കണക്കിന് ഔലിയാക്കൾ അണിനിരന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇത് ഉലമാക്കളുടെ സംഘടനയാണ്. ഇൽമ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആണിവേര്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഈ ഉമ്മത്തിലെ ഉലമാക്കൾ കഴിഞ്ഞുപോയ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. നബിമാരുടെ അനന്തരാവകാശികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഇന്നും നിലനിൽക്കുന്നത്. അതിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണ്ടേ? ഉലമാക്കളെ ബഹുമാനിക്കണം, ഉലമാക്കളെ പിൻപറ്റണം, ഉലമാക്കളെ ആദരിക്കണം. ഈ പാരമ്പര്യം ഉമ്മത്ത് നിലനിർത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ അന്തസ്സും ഈ ഉന്നതിയും ഈ ഉയർച്ചയും ഈ ഉമ്മത്തിൽ ഉണ്ടായത്. അത് മറന്നു പോകാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ. എന്റെ ഉമ്മത്തിലെ ഉലമാക്കൾ കഴിഞ്ഞുപോയ ബനു ഇസ്രായേൽ സന്തതികളിൽ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 100,000-ഓളം വരുന്ന നബിമാരും ബനു ഇസ്രായേലുകളിലാണ് കഴിഞ്ഞുപോയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ബനു ഇസ്രായേലുകളിലെ അംബിയാക്കളെ പോലെയാണ് എന്റെ ഉമ്മത്തിലെ ഉലമാ എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കളെ ബഹുമാനിക്കണ്ടേ? ഉലമാക്കളെ അല്ലേ നമ്മുടെ നേതൃത്വം ഏൽപ്പിക്കേണ്ടത്? അതുകൊണ്ടല്ലേ ഈ കേരളീയ ഉമ്മത്തിൽ 1400 കൊല്ലമായി ഈ അന്തസ്സ് നിലനിന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന 500 കൊല്ലക്കാലഘട്ടത്തിലെ മഖ്ദൂമി ഉലമാഇന്റെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് പോയത്. ഉലമാഇന്റെ നേതൃത്വം ഉമറാക്കളും സാധാരണ പ്രവർത്തകരും നമ്മുടെ നാട്ടിലെ സഹോദരിമാരും കുഞ്ഞുമക്കളും എല്ലാവരും ആത്മീയമായി ദീനീ രംഗത്ത് മതപരമായി അത് അംഗീകരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു മാതൃകാ ഉമ്മത്തായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മാറിയത്. ആ പാരമ്പര്യം നമുക്ക് നിലനിർത്താനായി സാധിക്കണം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ശാദുലി തരീഖത്തിന്റെ ഇമാമാണ്, ആത്മീയ നായകനാണ്. ഞാൻ ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടവേ, അവിടെ ഇത്തികാഫിലാണ്, സൽക്കർമ്മങ്ങളിലാണ്. ഒന്ന് മയങ്ങിപ്പോയി, ഞാനൊന്നുറങ്ങിപ്പോയി. ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അഖ്സയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലമായ ഒരു മജ്ലിസ് ഞാൻ അവിടെ കണ്ടു. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, മുത്തുനബിയുടെ മജ്ലിസിൽ നബിമാരുണ്ട്, സ്വഹാബിമാരുണ്ട്, മഹാന്മാരുണ്ട്, താബിഈങ്ങളുണ്ട്, താബിഉ താബിഈങ്ങളുണ്ട്, ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. നബിമാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കാര്യം, ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ, എൻ്റെ ഉമ്മത്തിലെ നബിമാര്, എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾ ബനു ഇസ്രായേലുകൾ നബിമാരെ പോലെയാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾ കാണിച്ചു തരുമോ? നിങ്ങളുടെ ഉമ്മത്തിലെ ആലിമീങ്ങളിൽ പണ്ഡിതന്മാരിൽ ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിലെ ബനു ഇസ്രായേലുകളിൽ നബിമാരെ പോലെ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ഉലമാക്കളിൽ ഒരാളെ എനിക്ക് കാണിച്ചു തരുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മജ്ലിസിൽ നിന്ന് വിളിച്ചു, എവിടെ? ഐനൽ ഗസ്സാലി, എവിടെയാണ് ഗസ്സാലി? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി വിളിക്കുകയാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു, ഇതാ എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കളിൽപ്പെട്ട ഒരാലിമാണ്, നിങ്ങളുടെ അമ്പിയാക്കളെ പോലെ എന്ന് ഞാൻ പറഞ്ഞ ഉലമാക്കളിൽപ്പെട്ട ഒരാളാണ്.
നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങളുടെ സംശയം തീർക്കാം. മൂസാ നബി അലൈഹിസ്സലാം ഒരു ചോദ്യം ചോദിച്ചു ഇമാം ഗസാലി തങ്ങളോട്. ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഇമാം ഗസാലി തങ്ങൾ മറുപടി പറഞ്ഞു. 10 മറുപടികളാണ്. ചോദ്യം 1, മറുപടി 10. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാ പോരെ, നിങ്ങൾ എന്തിനാണ് 10 മറുപടി പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാം ഇത് ചോദിച്ചപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂസാ നബിയെ, അങ്ങയോട് ചോദിച്ചല്ലോ, മാ തിൽക ബിയമീനിക യാ മൂസാ. മൂസാ നബിയെ, അങ്ങയുടെ വലത് കയ്യിൽ എന്താണ്, അങ്ങയുടെ കയ്യിൽ എന്താണ്? ചോദ്യം 1. പക്ഷേ അങ്ങയുടെ മറുപടി എന്തായിരുന്നു? ഹിയ അസായ, അതെന്റെ വടിയാണ്. അങ്ങേക്ക് അവിടെ അവസാനിപ്പിക്കാമായിരുന്നല്ലോ, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങ് അവസാനിപ്പിച്ചില്ലല്ലോ. അങ്ങ് എന്ത് പറഞ്ഞു? ഹിയ അസായ, അതെന്റെ വടിയാണ്. അതവക്കഉ അലൈഹാ, ഞാൻ അതുകൊണ്ട് ഊന്നിപ്പിടിക്കും, എനിക്ക് ചാരി നിൽക്കാം, എനിക്കൊരു സപ്പോർട്ടാണ് ആ വടി. നടക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും യാത്രയിലും എനിക്കൊരു സപ്പോർട്ടാണ് ആ വടി. അത് മാത്രമല്ല, വഅഹുശു ബിഹാ അലാ ഗനമി, എന്റെ 4 കാലികൾക്ക്, ആടുകൾക്ക് ഭക്ഷണം പൊട്ടിച്ചു കൊടുക്കാൻ, ഇലകൾ പറിച്ചു കൊടുക്കാൻ ഞാൻ ഈ വടി ഉപയോഗപ്പെടുത്തും. അത് മാത്രമല്ല, വലിയ ഫിഹാ മആരിബു ഖറാ, എനിക്ക് വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ആ വടി യുദ്ധത്തിൽ ആയുധമാകുമായിരുന്നു. ആ വടി യുദ്ധത്തിൽ പ്രതിരോധ സംവിധാനമാകുമായിരുന്നു. ആ വടി മോചിതത്തിന്റെ വടിയായി നിലത്തിട്ടാൽ പാമ്പായി മാറുമായിരുന്നു. ആ വടി ഒറ്റക്ക് യുദ്ധം ചെയ്തിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന് വേണ്ടി. ബഹുമാനപ്പെട്ട മൂസാ നബിയെ, നിങ്ങൾ എന്തിനാണ് എണ്ണി എണ്ണി പറഞ്ഞത്? ഒറ്റ ചോദ്യത്തിന് എന്താണ് കയ്യിലെന്ന് ചോദിച്ചപ്പോ എന്റെ വടി എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് നിങ്ങൾ നിരവധി ഉത്തരങ്ങൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കൈപിടിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അങ്ങയുടെ ഉമ്മത്തിലെ ഉലമാ, എന്റെ ഉമ്മത്തിലെ ബനൂ ഇസ്രായേലിലെ നബിമാരെ പോലെ തന്നെയാണ്. സമ്മതിച്ചു നബിയെ. ആരാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിച്ച ഇമാമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശ്വാസപരമായി നമ്മുടെ ത്വരീഖാണ്, അശ്അരി ത്വരീഖത്ത് സ്വീകരിച്ച ഇമാമാണ്. എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നിയായ, സുന്നി നേതാവായ ഈ ഉമ്മത്തിന് ഇൽമു കൊണ്ട് ലോകം നിറച്ച മഹാപണ്ഡിതനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാർ അംഗീകരിക്കോ ഇമാം ഗസാലി തങ്ങളെ? ഈ കഴിഞ്ഞു പോയ ഇമാമിങ്ങളെ, ഇമാം നവവി തങ്ങളെ, ഇമാം സുയൂത്തി തങ്ങളെ, ഇമാം ഇബ്നു ഹജർ തങ്ങളെ, ഈ കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളെ നമ്മുടെ നാട്ടിലെ വഹാബികളോ മൗദൂദികളോ ഇവരാരും അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ ഇമാമുകളെ ഒക്കെ വലിച്ചെറിഞ്ഞ് തള്ളിപ്പറഞ്ഞ് അവര് ഖുറാഫികളാണ് എന്ന് മുദ്രകുത്തിയവരാണ് നമ്മുടെ നാട്ടിലെ വഹാബികളും മൗദൂദികളും ഉൾപ്പെടെയുള്ള സകല ബിദ്അത്തുകാരും. നമ്മുടെ വഴി എന്താ? ഉലമാ. ആ ഉലമാ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ആ ഉലമാഇനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ജനകോടികൾ കേരളത്തിലും കേരളത്തിന് പുറത്തും മുസ്ലിം ഉമ്മത്ത് സമസ്തയെ അംഗീകരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ഇത് ഉലമാക്കളുടെ സംഘടനയാണ്. ആ ഉലമാക്കളെ വേദനിപ്പിക്കാനും ആ ഉലമാക്കളെ കുത്തിനോവിക്കാനും സമസ്തയുടെ ഉലമാക്കളെ, സമസ്തയുടെ മുശാവറ അംഗങ്ങളെ, സയ്യിദുൽ ഉലമ ഉൾപ്പെടെയുള്ള മഹാന്മാരായ നേതാക്കന്മാരെ ഇകഴ്ത്താനും താറടിക്കാനും നിരന്തരം ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ഉലമാഇനെ ടാർഗറ്റ് ചെയ്ത് ഈ ഉമ്മത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, നിങ്ങൾ വേദനിപ്പിക്കുന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മുത്തുനബിയാണ് പറഞ്ഞത്, ഈ ഉഖറവിയായ ഉലമാ
കഴിഞ്ഞു പോയ നബിമാരെ പോലെയാണ്. ബനൂ ഇസ്രായേൽ നബിമാരെ പോലെയാ. മുത്തുനബിയിൽ നിന്ന് മാത്രമല്ല, കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ നിന്ന് അനന്തരമെടുത്ത അനന്തരാവകാശികളാണ്. ഉലമാഇന്റെ മഹത്വം അറിയാതെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടു പോയവരാണെങ്കിലും ഇന്ന് പുതിയ ഒരു പ്രവണത എന്താണ്? കഴിഞ്ഞു പോയവരെയൊക്കെ അംഗീകരിക്കും, മരിച്ചുപോയവരെ. പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളും ശംസുൽ ഉലമയുടെ ആളുകളാണ്, ഞങ്ങളും കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകളാണ്, ഞങ്ങളും വരക്കൽ തങ്ങളുടെ ആളുകളാണ്. കഴിഞ്ഞു പോയ മരിച്ചുപോയവരൊക്കെ ഞങ്ങളുടെ ആളുകളാ. പക്ഷെ ഇപ്പൊ ഉള്ള ആളുകൾ അവർ ശരിയല്ല, അവരുടെ തീരുമാനങ്ങൾ ശരിയല്ല, അവരുടെ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഖേദം, ഏറ്റവും വലിയ നാശം, ഏറ്റവും വലിയ അപകടമുണ്ടാകും. കാരണം ഈ മഹാരഥന്മാരൊക്കെ പലപ്പോഴും നമ്മോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആരാണ് സയ്യിദുൽ ഉലമ? ആരാണ് ശൈഖുൽ ജാമിഅ? ബഹുമാനപ്പെട്ട MT ഉസ്താദ്, കൊയ്യോട് ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ, ഈ മഹാന്മാർ, ശൈഖുന കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും കോട്ടുമല ഉസ്താദും കഴിഞ്ഞുപോയ പ്രഗൽഭരായ സൂഫികളായ സ്വാലിഹീങ്ങളായ മഹാരഥന്മാർ, അവർ പഠിപ്പിച്ചും സംസ്കരിച്ചും ആത്മീയമായി സമുദ്ധരിച്ചും പരിശീലിപ്പിച്ചും ആത്മീയതയുടെ തസവ്വുഫിന്റെ ത്വരീഖത്തിന്റെ അസ്റാറുകൾ കൈമാറുകയും ചെയ്ത മഹാരഥന്മാരാണ്. അവരുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയവരാണ്. അത് മനസ്സിലാക്കണം. വെറുതെയല്ല സമസ്തയുടെ നേതൃരംഗത്തേക്ക് ഉസ്താദുമാര് വരാറുള്ളത്. ഇത് ഇലാഹിയായ ഒരു സംഘടനയാണ്. ഇത് പടച്ചറബിന്റെ തൗഫീഖ് കിട്ടിയവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് മനസ്സിലാക്കണം. പിന്നെ ഇവരൊക്കെ ലോകത്തോടെ യാത്ര പറഞ്ഞു പോയാലാണ് തിരിച്ചറിവുണ്ടാവുക. അപ്പൊ ഖേദിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെയൊക്കെ വേദനിപ്പിച്ച് അവരെയൊക്കെ കഷ്ടപ്പെടുത്തി പലപ്പോഴും പല വാക്കുകൾ അവരൊക്കെ പറയാറുള്ളത് അതുകൊണ്ടല്ലേ? ആ വേദന കൊണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സമൂഹത്തിലെ ഐക്യം തകർക്കാൻ വേണ്ടി ഉസ്താദുമാരെ വേദനിപ്പിക്കുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഉസ്താദുമാരെ ഇകഴ്ത്താനും സമസ്തയെ അസ്ഥിരപ്പെടുത്താനും സമസ്തയെ തകർക്കാനും ഇങ്ങനെ ഓരോ ഉസ്താദുമാരെ ടാർഗറ്റ് ചെയ്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നമ്മുടെ ഉമ്മത്തിന്റെ മനസ്സിൽ ഈ ബഹുമാനം തകർത്താൽ സമസ്തയെ തകർക്കാം. ആരാണ് ഈ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അവരെയാണ് പിടികൂടേണ്ടത്. ഈ നാട്ടിലെ വഹാബികളും മൗദൂദികളും അവരുടെ സംവിധാനങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവരുടെ ചാനലുകളും മറ്റുമൊക്കെ ഇങ്ങനെ പല കഥകൾ അത് പുറത്തുവിട്ട് അല്ലെങ്കിൽ കള്ളക്കഥകൾ, തിരക്കഥകൾ നെയ്തുണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ തകർക്കാനും നശിപ്പിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, 100 കൊല്ലമായി വളരെ അന്തസ്സോടുകൂടെ നിലനിൽക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ, സമസ്ത എന്ന ആത്മീയ പ്രസ്ഥാനത്തെ, സമസ്ത എന്ന് പറയുന്ന വിശുദ്ധമായ പൈതൃകത്തെ, പാരമ്പര്യത്തെ ഒരു ചെറിയ പോറലേൽപ്പിക്കാൻ ഈ 100 കൊല്ലം ആവുന്ന 18 അപ്പുറത്തുള്ള എല്ലാ അടവും പയറ്റിയിട്ടും അവർക്കൊരിക്കലും സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ജനലക്ഷങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതല്ല ഇന്ന് കാണുന്നത് നാടായ നാടുകളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സമസ്തയുടെ 100ാം വാർഷിക പ്രചരണ സമ്മേളനങ്ങൾ. നമ്മുടെ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല സയ്യിദുൽ ഉലമയെ കാണാൻ വന്നപ്പോ പത്രപ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹം ഒരു മഹാത്ഭുതം പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ദുബൈയിൽ നടന്ന സമ്മേളനം കണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലിലൂടെയും ഒക്കെ വീക്ഷിച്ച് ദുബൈയിൽ നടന്ന സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രചരണ മഹാസമ്മേളനം, 100ാം വാർഷികത്തിന്റെ ഒരു പ്രചരണ സമ്മേളനമാണ് ദുബൈയിൽ നടന്നത്. ആ സമ്മേളനം ഉൾപ്പെടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച, ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഉലമ വരാനിരിക്കുന്നു. കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ 10 ദിവസം
തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി കർണാടകയിൽ അവസാനിക്കുന്ന കേരളം ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. എന്താണ് ആ യാത്രയുടെ ലക്ഷ്യം? എന്താണ് സമസ്തയുടെ സമ്മേളനത്തിന്റെ ലക്ഷ്യം? തങ്ങൾ ഉസ്താദ് ഈ മജ്ലിസിൽ പറഞ്ഞതുപോലെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയം ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അത് ഈ ഉമ്മത്ത് ഏറ്റെടുക്കുകയാണ്. ലക്ഷക്കണക്കിന് യുവാക്കളും വിദ്യാർത്ഥികളും പുതിയ തലമുറയും സമസ്തയെ അവര് നെഞ്ചേറ്റുകയാണ്. എന്തുകൊണ്ട്? ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ്, ഇത് മഹാന്മാരുടെ വഴിയാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയാണ്. സമസ്തയുടെ 100 കൊല്ലത്തെ ചരിത്രമല്ല, അതിനു മുമ്പും നൂറ്റാണ്ടുകൾ, 14 നൂറ്റാണ്ട് ആദർശ വിശുദ്ധി കഴിഞ്ഞുപോയ ഈ നൂറ്റാണ്ടുകളിലൂടെ ഈ പൈതൃകം അടുത്ത തലമുറക്കും നമുക്ക് കൈമാറാൻ കഴിയണം. നേരായ വഴി അതിൽ നമ്മുടെ മക്കളെ അടിയുറപ്പിച്ച് നിർത്താൻ കഴിയണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു പരലോകത്ത് വിജയിക്കണമെന്നല്ലേ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നേരായ വഴിക്ക് ഹിദായത്തിലാക്കി അടിയുറപ്പിച്ച് നിർത്തണം. ഏതാണ് നേരായ വഴി? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച മഹാരഥന്മാരുടെ വഴിയാണത്. അതാണ് നേരായ വഴി. എന്തുകൊണ്ട് നേരായ വഴി സിറാത്തുൽ ഖുർആനി വസുന്ന എന്ന് പറഞ്ഞില്ല? ഖുർആന്റെയും സുന്നത്തിന്റെയും വഴിയാണ് നേരായ വഴി എന്ന് പറഞ്ഞ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവൂലേ? എല്ലാവരും ഖുർആൻ അംഗീകരിക്കുന്നു, എല്ലാവരും സുന്നത്ത് അംഗീകരിക്കുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വേണോ? എല്ലാവരും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാൽ, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ പടച്ച റബ്ബിന് വിശദീകരിക്കാമായിരുന്നു. നേരായ വഴി സിറാത്തുൽ ഖുർആനി വസുന്ന അത് പറഞ്ഞില്ല. നേരായ വഴി മഹാന്മാരുടെ വഴിയാണ്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. പിന്നെ റബ്ബ് വിശദീകരിച്ചു ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാന്റെ ദേഷ്യം കിട്ടിയവരുടെ വഴിയല്ല, വലല്ലാലീൻ പഴച്ചുപോയവരുടെയും വഴിയല്ല. ഇതാണ് സമസ്തയുടെ രീതി. ചില ആളുകൾ പറയും നമ്മുടെ പുതിയ കാലമാണ്, ഫാഷിസം തലക്ക് മീതെ വട്ടമിട്ട് പറക്കുകയാണ്, സംഘപരിവാർ ശക്തികൾ ഒരു ഭാഗത്ത് പൗരത്വ ബില്ല്, മറ്റൊരു ഭാഗത്ത് ഏക സിവിൽ കോഡ്, ഒരു ഭാഗത്ത് വഖഫ് ബില്ല്, ഒരു ഭാഗത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മെ അടിച്ചു മാറ്റി നമ്മെ ഇല്ലാതാക്കുന്ന പലതരത്തിലുള്ള ക്രൂരതകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ആദർശം പറയേണ്ട കാലമാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ദീൻ പറഞ്ഞാ പോരെ? എന്തിനാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ? എന്തിനാണ് വഹാബികളെയും മൗദൂദികളെയും ബിദ്അത്തുകാരെയും നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരോടാണ് പറയുന്നത്. അള്ളാന്റെ ശൈലി അങ്ങനെയല്ല. നേരായ വഴി ഏതാണ് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. അത് മഹാന്മാരുടെ വഴിയാണ്. പിന്നെ അവിടെ അവസാനിപ്പിച്ചാൽ പോരാ, മഹാന്മാരുടെ വഴി എന്നത് മാത്രം വിശദീകരിച്ചാൽ പോരാ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം അത് പറഞ്ഞു കൊടുക്കണം, വലല്ലാലീൻ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആരൊക്കെയാണ് പഴച്ച കക്ഷികൾ? ആരൊക്കെയാണ് റബ്ബിന്റെ കോപത്തിന് പാത്രീഭൂതരായവർ? നരകത്തിലേക്ക് പോകുന്ന വഴികൾ ഏതൊക്കെയാണ്? ഇത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അല്ലേ അവർ പഴച്ചു പോകാതിരിക്കുകയുള്ളൂ. ഈ ദൗത്യമാണ് സമസ്ത നിർവഹിക്കുന്നത്. തങ്ങൾ ഉസ്താദ് പറഞ്ഞല്ലോ, ഒരുപാട് ബിദ്അഈ കക്ഷികളെ തുറന്നു കാണിച്ചു, ഒരുപാട് കള്ളത്വരീഖത്തുകളെ തുറന്നു കാണിച്ചു. ആ ബിദ്അഈ പ്രസ്ഥാനങ്ങളിലേക്ക് ഉമ്മത്തെ നിങ്ങൾ പോകരുത്, ഈമാൻ അപകടപ്പെടും. കള്ളത്വരീഖത്തുകളുടെ പുറകെ പോകണ്ട, നിങ്ങളുടെ അന്ത്യം മോശമാകും. തൗഹീദിലായി, ഈമാനിലായി, മഹാന്മാരുടെ വഴിയിൽ ജീവിച്ചാലേ റബ്ബിന്റെ പൊരുത്തം ലഭിക്കൂ. ഇത് പറയാനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. നമ്മെ പരലോകത്തെ രക്ഷപ്പെടുത്താൻ, ദുനിയാവിന് വേണ്ടിയല്ല സമസ്ത. ദുനിയാവിൽ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയല്ല, ഭൗതികമായ ലോകത്തെ അന്തസ്സിന് വേണ്ടിയല്ല. ഇവിടെ അധികാരവും പദവികളും ഭൗതിക വിദ്യാഭ്യാസവും ഈ ദുനിയാവിലെ ഇസ്സത്തോടുകൂടെ ജീവിക്കുക എന്ന താല്പര്യമല്ല ഒരാത്മീയ പ്രസ്ഥാനത്തിനുള്ളത്. മറിച്ച് ഈ ഉമ്മത്തിന്റെ ഈമാൻ സലാമത്താക്കുക. മരിക്കുന്ന സമയത്ത് നമുക്ക് കാമലായ ഈമാനോടുകൂടെ മരണപ്പെടണം. മഹാന്മാരെ കണ്ട് മരിക്കാൻ കഴിയണം. തങ്ങൾ ഉസ്താദ് ദുആ ചെയ്തില്ലേ, സ്വാലിഹീങ്ങളെ കണ്ട്, മുത്തനബിയെ കണ്ട്, മഹാന്മാരെ കണ്ട് അവരുടെ അർവാഹുകളുടെ സാന്നിധ്യത്തിൽ തൗഹീദിലായി പടച്ച റബ്ബിലേക്ക് എത്തിച്ചേരാൻ നല്ല മരണം. അതിനാണ് നമ്മളൊക്കെ സമസ്തക്കാരായിട്ടുള്ളത്. ഇത് മഹാന്മാരുടെ വഴിയാണ്. ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളുടെ വഴി, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച മഹാന്മാരുടെ വഴി. ഖുർആനും സുന്നത്തുമാണ് മുറുകെ പിടിക്കേണ്ടത്, ഖുർആനെയും സുന്നത്തിനെയുമാണ് പിൻപറ്റേണ്ടത്. പക്ഷേ എങ്ങനെ?
നമ്മൾ അങ്ങാടിയിൽ പോയി കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയി ഒരു 350 രൂപയുടെ ഖുർആൻ പരിഭാഷ വാങ്ങി, കുറച്ച് ഹദീസുകളുടെ പരിഭാഷയും വാങ്ങി, 1000 രൂപ കൊണ്ട് കാര്യം നടന്നു. മുറുകെ പിടിച്ചു പോന്നാൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കലാവൂല. ഖുർആനും സുന്നത്തും അത് മനസ്സിലാക്കിയ മഹാപണ്ഡിതന്മാർ, നേരത്തെ പറഞ്ഞ ഇമാം ഗസാലി തങ്ങളെ പോലെ, ഇമാം റാസി തങ്ങളെ പോലെ, ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലെ, ഇമാം നവവി തങ്ങളെ പോലെ, അവർക്കും മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അഖീദയുടെ ഇമാമമാര്, ഇവരാണ് ഖുർആൻ മനസ്സിലാക്കിയവർ, അവരാണ് സുന്നത്ത് മനസ്സിലാക്കിയവർ. സാധാരണക്കാരായ നമുക്കെന്തേ വഴിയുള്ളൂ? അത് മനസ്സിലാക്കിയ മഹാരഥന്മാരെ ഇഷ്ടപ്പെടുക, അവരെ പിൻപറ്റുക. അതാണ് നമ്മുടെ വഴി. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി. നമ്മുടെ നാട്ടിൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പറയുന്ന വഹാബികൾ പറയും, ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കും, ഞങ്ങൾ സ്വഹീഹുൽ ബുഖാരി അംഗീകരിക്കും, സ്വഹീഹ് മുസ്ലിം അംഗീകരിക്കും, ഞങ്ങൾ ഈ ഹദീസുകളൊക്കെ അംഗീകരിക്കും. ചിലപ്പോൾ പറയും സിഹാഹുസ് സിത്ത മുഴുവൻ അംഗീകരിക്കും, 6 പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. എന്നാലോ ഒരാവശ്യം വരുമ്പോ അവർ സ്വഹീഹുൽ ബുഖാരി പോലും തള്ളിക്കളയും. വഹാബി ഗ്രൂപ്പിലെ സുല്ലമി ഗ്രൂപ്പ്, എടവണ്ണ അബ്ദുസ്സലാം മൗലവിയുടെ ഗ്രൂപ്പ്, സ്വഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസ് ഞാൻ ലഈഫാക്കി എന്ന് ഒരു കൂസലുമില്ലാതെ പ്രസംഗിച്ചയാളാണ്. അവരിന്നും അങ്ങനെയാ പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസ് വെട്ടിക്കളഞ്ഞു. വഹാബിയിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് വിസ്ഡം ഗ്രൂപ്പ്. അവര് KNM-നെതിരെ, മർക്കസുദ്ദഅവക്കെതിരെ, മറ്റ് ഗ്രൂപ്പുകൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം, നിങ്ങളൊക്കെ ഹദീസ് നിഷേധികളാണ്. കാരണം സ്വഹീഹായ 3000-ലധികം ഹദീസ് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏത് ഖുർആനാ പിൻപറ്റുന്നത്? ഏത് സുന്നത്താ പിൻപറ്റുന്നത്? KNM-ലെ മൗലവിമാരുടെ പ്രസംഗം ഇപ്പോഴും ലഭ്യമാണ്. ഈ കഴിഞ്ഞ മുജാഹിദ് സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് പ്രസംഗിച്ചത് ഖുർആൻ അപ്പടി അംഗീകരിക്കേണ്ടതില്ല, ഖുർആനിനെ പോലെ അന്ധമായി പിൻപറ്റാൻ പാടില്ല. ഖുർആനിനെ അപ്പടി പിൻപറ്റുന്നില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ അകത്താണോ? മൗലവിമാരെ നിങ്ങൾ ചിന്തിക്കണം. ഖുർആനിന്റെ ഒരു ഹർഫ് നിഷേധിച്ചാൽ, ഒരായത്ത് വേണ്ട, ഒരു കലിമത്ത് വേണ്ട, ഒരു ഹർഫ് നിഷേധിച്ചാൽ അവന്റെ വിധി എന്താണ്? ഖുർആനിനെ അന്ധമായി അംഗീകരിക്കണ്ട എന്ന് ഒരു സത്യവിശ്വാസി പറഞ്ഞാൽ മതപരമായി അവന്റെ ഹുക്കം എന്താണ്? ഒരല്പമെങ്കിലും വിവരമുള്ള മൗലവിമാരുണ്ടെങ്കിൽ അവർ വ്യക്തമാക്കണം. ഖുർആനിനെ പോലും തള്ളിക്കളയുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ അങ്ങനെയല്ല, സമസ്തക്കാരങ്ങനെയല്ല, സുന്നികൾ അങ്ങനെയല്ല. ഞങ്ങൾ ഖുർആനിനെയും സുന്നത്തിനെയും മഹാനായ മുത്തുനബിയുടെ സകല ഹദീസുകളെയും കഴിഞ്ഞുപോയ മഹാരഥന്മാർ അതൊക്കെ പഠിപ്പിച്ച സകല ഇമാമുമാരെയും അവരെ മുഴുവനും അംഗീകരിക്കുന്ന മഹാന്മാരുടെ വഴി സ്വീകരിച്ചവരാണ്. വഹാബികളെ, നിങ്ങൾ ഇമാം ബുഖാരി തങ്ങൾ അംഗീകരിക്കുമോ? മൗദൂദികളെ, നിങ്ങൾ ഇമാം മുസ്ലിം തങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ പറയാ കിതാബ് ഞങ്ങൾ അംഗീകരിക്കും, സ്വഹീഹുൽ ബുഖാരി അംഗീകരിക്കും, പക്ഷെ ഇമാം ബുഖാരി തങ്ങൾ അംഗീകരിക്കൂല. സ്വഹീഹ് മുസ്ലിം അംഗീകരിക്കും, ഇമാം മുസ്ലിം തങ്ങൾ അംഗീകരിക്കൂല. ഇമാം ഇബ്നു മാജാ തങ്ങളെ, ഇമാം നസായി തങ്ങളെ, ഇമാം അബൂ ദാവൂദ് തങ്ങളെ, അവരെ ഒന്നും ഇമാം തുർമുദി തങ്ങൾ ഉൾപ്പെടെ അവരെ ഇമാമിങ്ങൾ അംഗീകരിക്കൂല. ഇമാമിങ്ങളെ അംഗീകരിച്ച പ്രശ്നം അവസാനിക്കും. കാരണം ഇമാം ബുഖാരി തങ്ങൾ ശാഫിഈ മദ്ഹബുകാരനായിരുന്നു. ഇനി മറ്റൊരഭിപ്രായം, 100% ശാഫിഈ മദ്ഹബിനോട് ചേർന്ന് നിൽക്കുകയും മഹാനവറുകൾ സ്വയം മുജ്തഹിദായ ഒരു ആലിമായതുകൊണ്ട് ഇമാം ബുഖാരി തങ്ങളുടെ മദ്ഹബ് ആ രൂപത്തിലായിരുന്നു. ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ശാഫിഈ മദ്ഹബുകാരനായിരുന്നു. ഇമാം മുസ്ലിം തങ്ങൾ മദ്ഹബ് തഖ്ലീദ് ചെയ്തയാളല്ലേ? ഇമാം ഇബ്നു മാജാ തങ്ങൾ, ഇമാം നസായി തങ്ങൾ, തുർമുദി തങ്ങൾ, ഇമാം അബൂ ദാവൂദ് തങ്ങൾ, സിഹാഹുസ് സിത്ത, ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും പ്രാമാണികമായ 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇമാമമാര്, അവര് 6 പേരും മദ്ഹബുള്ള ആളുകളായിരുന്നു. അപ്പൊ അവരെ അംഗീകരിച്ചാൽ വഹാബികളെ, മൗദൂദികളെ, നിങ്ങൾ മദ്ഹബ് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ സംഘടനകളൊക്കെ പിരിച്ചുവിടേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇമാമികൾ അംഗീകരിക്കൂല.
ഇമാം ബുഖാരി തങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തങ്ങൾക്ക് 20-ലധികം കിതാബുകൾ വേറെയുമുണ്ട്. സ്വഹീഹുൽ ബുഖാരി മാത്രമല്ല, ഇമാം ബുഖാരി തങ്ങളുടെ മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങൾ അംഗീകരിക്കുമോ? ഇമാം മുസ്ലിം തങ്ങളുടെ, ഇമാം തുർമുദി തങ്ങളുടെ, ഈ 6 ഇമാമുകളുടെ മറ്റുള്ള കിതാബുകളെല്ലാം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? പ്രശ്നം അവസാനിക്കുമല്ലോ. ഈ മഹാന്മാരുടെ ആത്മീയത നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഇമാം ബുഖാരി തങ്ങൾ യതീമായ ഒരു കുട്ടിയായിരുന്നു. ഉമ്മ, പട്ടിണിപ്പാവമായ ഉമ്മ പടച്ച റബ്ബിനോട് മനമുരുകി ദുആ ചെയ്തു. മഹാന്മാരായ അമ്പിയാക്കളെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു, റബ്ബേ എന്റെ കുഞ്ഞ് യതീമാണ്, അത് മാത്രമല്ല എന്റെ കുഞ്ഞിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല. പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തു. പടച്ച റബ്ബ് അതിനുള്ള പരിഹാരം കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ? അന്നത്തെ രാത്രി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടപെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയാളനാവുകയാണ്. നേരം പുലർന്നപ്പോ ഉമ്മാക്ക് സന്തോഷ വാർത്ത, ഇന്നലത്തെ രാത്രി അങ്ങയുടെ കുഞ്ഞിന്റെ കാഴ്ച തിരിച്ചു ലഭിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നേരം പുലർന്നപ്പോ അത്ഭുതകരമായി തന്റെ കുട്ടിക്ക് കാഴ്ച കിട്ടി. ആ കുഞ്ഞാണ് ഇമാം ബുഖാരി തങ്ങളായി വളർന്നത്. നിങ്ങൾ ഇത് അംഗീകരിക്കുമോ വഹാബികളെ? ഈ അമ്പിയാക്കളെ തവസ്സുൽ ചെയ്യുന്നത്, അവർ ഇടയാളന്മാരാകുന്നത്, അവരുടെ മോചിതത്തുകൾ, അവരുടെ കറാമത്തുകൾ നിങ്ങൾ അംഗീകരിക്കുമോ? ഇമാം ബുഖാരി തങ്ങൾ 16 കൊല്ലത്തെ കഠിനാധ്വാനം കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കുന്നത്. 6 ലക്ഷം ഹദീസുകൾ മനപാഠമാക്കിയിരുന്നു. 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ 16 കൊല്ലം യാത്ര ചെയ്തു. വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു. ആയിരക്കണക്കിന് മശായിഖന്മാരെ, ഗുരുനാഥന്മാരെ കണ്ടു. അവരിൽ നിന്ന് പഠിച്ച് ലോകത്ത് തുല്യതയില്ലാത്ത വിധം കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഓരോ ഹദീസിന്റെ ആധികാരികത, സിഹത്ത് ഉറപ്പാക്കി. ഓരോ ഹദീസ് തന്റെ സ്വഹീഹിൽ ക്രോഡീകരിക്കുമ്പോ 2 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ വളരെ വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയിട്ടാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി അത് ക്രോഡീകരിച്ചത്. എന്നിട്ടോ അത് നമുക്ക് നൽകുന്നതിന് മുമ്പ്, ഈ ഉമ്മത്തിന് സമർപ്പിക്കുന്നതിന് മുമ്പ് ഇമാം ബുഖാരി തങ്ങൾ ഇത് ക്രോഡീകരിച്ചതിന് ശേഷം മദീനത്തേക്ക് പോയി. എന്തിനു വേണ്ടി? ഇത് സമർപ്പിക്കണമെങ്കിൽ, ഇത് ഉമ്മത്തിന്റെ മുന്നിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഹബീബായ മുത്തുനബിയുടെ സമ്മതം കിട്ടണം. മദീനത്ത് പോയി അവിടെ കാണുന്നു ദൂരെ മദീന പള്ളി. മഹാനായ മുത്തുനബിയുടെ റൗള ഷരീഫ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജ്റത്തു ഷരീഫ, പള്ളിയിലേക്ക് പോലും കയറാതെ ഇമാം ബുഖാരി തങ്ങൾ ദൂരെ മാറി നിന്നു. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്തേ ഇവിടെ നിൽക്കുന്നത്? മുത്തുനബിയുടെ സമ്മതം കിട്ടാതെ ഞാൻ അങ്ങോട്ട് വരൂല. സാധാരണ മദീനയിലേക്ക് സിയാറത്തിന് വന്നതുപോലെയല്ല. ഞാൻ എന്റെ വരവ് ഏറ്റവും വലിയ ഒരു ദൗത്യം, അത് മുത്തുനബിക്ക് ഇഷ്ടമുണ്ടാകുമോ? മുത്തുനബിയുടെ ഹദീസുകൾക്ക് സുന്നത്തിന് ഖിദ്മത്ത് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇത് റസൂലുള്ളാഹിക്ക് പൊരുത്തമുണ്ടാകുമോ? മുത്തുനബിയുടെ സമ്മതം കിട്ടിയാലേ ഞാൻ അങ്ങോട്ട് വരൂ. 3 ദിവസം അവിടെ കഴിഞ്ഞുകൂടി എന്നാണ് ചരിത്രം. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. എവിടെ? മുത്തുനബി വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇമാം ബുഖാരി തങ്ങൾ വരുന്നത്. മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ മുത്തുനബി വിളിച്ചു ഇമാം ബുഖാരി തങ്ങളെ. അങ്ങോട്ട് കടന്നു ചെന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സമർപ്പിച്ചു. മുത്തുനബി പരിശോധിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുത്തു. അതിന് ശേഷം മാത്രമാണ് സ്വഹീഹുൽ ബുഖാരി ലോകത്തിന് സമർപ്പിച്ചത്. ഇപ്പോഴും മദീനത്ത് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ബുഖാരി എന്നാണ്. ഇമാം ബുഖാരി തങ്ങൾ അന്ന് താമസിച്ച സ്ഥലം, അന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലം, അവിടെയാണ് ആ പള്ളി ഉണ്ടാക്കിയത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ വഹാബികളെ, മൗദൂദികളെ, നിങ്ങൾ ഇത് അംഗീകരിക്കുമോ? ഇമാം ബുഖാരി തങ്ങളുടെ ആത്മീയത അംഗീകരിക്കുമോ? മുത്തുനബി മോചിതത്തിലൂടെ ഇടപെട്ടത് നിങ്ങൾ അംഗീകരിക്കുമോ? ഇമാം ബുഖാരി തങ്ങളുടെ കറാമത്തുകളെ നിങ്ങൾ അംഗീകരിക്കുമോ? ഇവിടെയാണ് സുന്നികളും നിങ്ങളും തമ്മിലുള്ള അന്തരം. നിങ്ങൾ ഒരു വരണ്ട ഇസ്ലാം, യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാം, ഖുർആൻ പോലും അങ്ങനെ അംഗീകരിക്കൂല, ഹദീസ് പോലും അങ്ങനെ അംഗീകരിക്കൂല. ശാസ്ത്രവും ബുദ്ധിയും, ശാസ്ത്രത്തിനും ബുദ്ധിക്കും വഴങ്ങിയാലേ ഞങ്ങൾ ഖുർആനും ഹദീസും അംഗീകരിക്കൂ എന്ന് പറയുന്നവരല്ലേ ഇന്നും നമ്മുടെ നാട്ടിലെ വഹാബികൾ.
ഖുർആനും സുന്നത്തും ബുദ്ധിയും ശാസ്ത്രവും, അതാണ് അവരുടെ 4 പ്രമാണങ്ങൾ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം അവർ തന്നെയാണ് പറയുന്നത്. ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ പോലും അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അത് തള്ളിക്കളയാം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കണം. ചിലത് തള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിച്ചതാണ് ഗടവണ്ണ അബ്ദുസ്സലാം സുല്ലമി. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ആൺ പിശാചിൽ നിന്ന് പെൺപിശാചിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. ഇയാളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല, എന്നാ പിശാചിനെ കണ്ടിട്ടില്ല. ഇനി ശൈത്താന്മാരുടെ കൂട്ടത്തിൽ ആണും പെണ്ണുമുണ്ടോ? ഇയാൾക്കതൊന്നും വിശ്വാസമല്ല, മതത്തിനകത്തെ യുക്തിവാദിയാണ്. അപ്പൊ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്ന് അണികളെ പഠിപ്പിച്ചു. അയാൾ പറഞ്ഞു, ഈ ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുബുസ് ഖബായിസ് എന്ന് പറഞ്ഞാൽ ആൺ കൊതുക് പെൺ കൊതുക് എന്ന് അർത്ഥം പറഞ്ഞുകൊണ്ടാണ്. എന്തിനാണ് ഈ പടാപ്പാട്? അള്ളാന്റെ റസൂല് ശൈത്താന്മാരിൽ വിശ്വസിക്കാൻ പറഞ്ഞു, അത് വിശ്വാസം വരുന്നില്ല. ശൈത്താന്മാരിൽ ആണും പെണ്ണുമുണ്ട് എന്ന് ദീൻ പഠിപ്പിച്ചു, അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യുക്തിവാദം, ബുദ്ധിവാദം, ഭൗതികവാദം, ശാസ്ത്രവാദം, അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു മൗലവി, അയാള് മുഹമ്മദ് മൗലവി കുട്ടശ്ശേരി, അയാൾ പറഞ്ഞതെന്താ? ഈച്ച വെള്ളത്തിൽ വീണാലുള്ള ഹദീസ് അംഗീകരിക്കണ്ട. കാരണം ആദ്യം ശാസ്ത്രം പറയട്ടെ, ഈച്ചയുടെ ചിറകുകളിൽ എന്തൊക്കെയാണുള്ളത്, എന്നിട്ട് ലബോറട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് വന്നാൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ഹദീസ് അംഗീകരിച്ചാൽ മതി. ഹദീസിന്റെ സിഹത്തല്ല, ഇമാമിങ്ങളുടെ ആധികാരികതയല്ല, മറിച്ച് ലബോറട്ടറിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടണം, ശാസ്ത്രം പറയണം. അജ്വ ഈത്തപ്പഴം മരുന്നാണെന്ന് മുത്തുനബി പറഞ്ഞു, സുമ്മിൽ നിന്ന് സിഹറിൽ നിന്ന്. ഇതിവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിഷം ഉൾപ്പെടെയുള്ള ആപത്തുകളിൽ നിന്ന് ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായ മരുന്നാണ് വെറും വയറ്റിൽ 7 ഈത്തപ്പഴം, അജ്വ ഈത്തപ്പഴം കഴിക്കുന്നത് എന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസിൽ വന്നപ്പോ ഞങ്ങളത് അംഗീകരിക്കൂല. ഏതെങ്കിലും ശാസ്ത്രലോകം, മെഡിക്കൽ കോളേജ് പറയണം, ലബോറട്ടറി പറയണം, ശാസ്ത്രജ്ഞന്മാര് അജ്വ ഈത്തപ്പഴത്തിൽ അതിനൊക്കെ പറ്റിയ ഘടകങ്ങളുണ്ട്, രാസഘടകങ്ങളുണ്ട് എന്ന് കണ്ടെത്തി അവര് പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കുക. ബുഖാരി അംഗീകരിക്കൂല, സ്വഹീഹായ ഹദീസ് അംഗീകരിക്കൂല. ഇതിനാണ് യുക്തിവാദം എന്ന് പറയാം, മതത്തിനകത്തെ യുക്തിവാദം എന്ന് പറയാം. അവർക്ക് വിശ്വാസം ഏറ്റവും കൂടുതൽ ബുദ്ധിയെയും ശാസ്ത്രത്തെയുമാണ്. അതുകൊണ്ടാണ് മതത്തിനകത്തുള്ള ഈ യുക്തിവാദികൾ മതത്തിന് പുറത്തേക്കുള്ള വഴികൾ ഈ ഉമ്മത്തിന്റെ മുന്നിൽ വെട്ടിത്തുറക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല ആളുകളും നമ്മോട് പറയാറുണ്ട്, ഉസ്താദുമാരെ നിങ്ങൾ ഇങ്ങനെ ഈ വെളുപ്പലക്കണ്ട, നിങ്ങൾ എങ്ങനെ ആദർശത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എങ്ങനെ വഹാബി മൗദൂദികളെ ആക്ഷേപിക്കണ്ട. ഇവിടെ അതിനേക്കാൾ അപകടകാരികൾ നമ്മുടെ മക്കള് മതത്തിൽ നിന്ന് അകന്നു പോവുകയാണ്, നമ്മുടെ മക്കള് യുക്തിവാദികളാവുകയാ, നമ്മുടെ മക്കള് മതനിഷേധികളാവുകയാ, മതം വിടുകയാ. അതിനേക്കാൾ വലുതാണോ? മതം വിടാതെ ഇനി മുജാഹിദായാലും മതം വിടാതെ ജമാഅത്തായാലും എന്നാലും കുഴപ്പമില്ല, ഇത് മതം തന്നെ വിട്ടുപോകുന്ന യുക്തിവാദികളായാലോ? നിങ്ങൾ എന്തേ അതിനെതിരെ പറയാത്തത് എന്ന് ചോദിക്കുന്നവരോട് പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ ഈ യുക്തിവാദത്തിലേക്കും ഈ തരത്തിലുള്ള നവ ലിബറൽ ചിന്താഗതികളിലേക്കും മതനിഷേധത്തിലേക്കും മതനിരാസത്തിലേക്കും നമ്മുടെ കുട്ടികളെ, വളർന്നു വരുന്ന മക്കളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാ? അതിന് നേതൃത്വം നൽകുന്ന സംഘടനകളുണ്ട്. മുസ്ലിം പേരുള്ള ചില യുക്തിവാദികളുണ്ട്, നിങ്ങൾക്കറിയാം. E.A. ജബ്ബാറിനെ പോലെ, ജാമിദ ടീച്ചറെ പോലെ, ആരിഫ് ഹുസൈനെ പോലെ, ലിയാഖത്ത് അലിയെ പോലെ, രവി എന്ന് പറയുന്ന ഒരാള്, രവി സാർ എന്ന് അവർ പരിചയപ്പെടുത്തുന്ന അയാളുടെ മുരീദുമാരായ ഇത്തരത്തിലുള്ള ആളുകൾ, അവരുടെ എസൻസ് പോലെയുള്ള സംഘങ്ങൾ ക്യാമ്പസിൽ പഠിക്കുന്ന നമ്മുടെ ആൺമക്കളെ, പെൺമക്കളെ മതനിഷേധികളാക്കി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, മുത്തുനബി ആക്ഷേപിച്ച് ആരാണ് നമ്മുടെ മക്കളെ ദീനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? ഈ E.A. ജബ്ബാർ പറഞ്ഞു, ഈ ജാമിദ ടീച്ചർ പറഞ്ഞു, അവരുടെ പ്രഭാഷണങ്ങൾ ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. അവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഖുർആൻ പഠിച്ചത് വഹാബി മൗലവിമാരിൽ നിന്നാണ്, മുജാഹിദ് പണ്ഡിതന്മാരാണ് ഖുർആനും ഹദീസും ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾ പഠിച്ചത് എടവണ്ണ ജാമിയ നദവിയ പോലെയുള്ള വഹാബി സ്ഥാപനങ്ങളിലാണ്. ജാമിദ ടീച്ചർ പറയുന്നുണ്ട്, ഞങ്ങൾ ഖുർആനും ഹദീസും ദീനും സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ യുക്തിവാദികളാകുമായിരുന്നില്ല. ആരാണ് യുക്തിവാദത്തിലേക്ക് കവാടം തുറക്കുന്നത്? വഹാബികളല്ലേ, മൗദൂദികളല്ലേ? ഈ തരത്തിൽ മതത്തിനകത്ത് യുക്തിവാദം കടത്തിക്കൂട്ടിയവർ
അവരാണ് മതത്തിന് പുറത്തേക്കുള്ള ആയിരക്കണക്കിന് യുക്തിവാദികളെ സൃഷ്ടിച്ചത്. ഇവിടെ ചികിത്സിക്കേണ്ടത് ബിദ്അത്തിനാണ്. മരുന്ന് പുരട്ടേണ്ടത് കേവലം യുക്തിവാദത്തിന്റെ കുമിളകളുടെ മുകളിലല്ല. യഥാർത്ഥത്തിൽ മരുന്ന് കൊടുത്ത് ചികിത്സിക്കേണ്ടത് ഇവിടെ ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നുകൂടിയ ബിദ്അത്തിനെയാണ്. ബിദ്അത്താണ് അപകടം. വേറെ ചില ആളുകൾ പറയും, ഇപ്പൊ നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടത് ഈ പുതിയ ലോകമാണ്, തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നമ്മുടെ മക്കൾ പോകുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, നാട്ടിലെ സൗഹാർദ്ദം തകരുന്നു. ആരാണ്? നിങ്ങൾ ലോകത്ത് പഠനം നടത്തി നോക്ക്. ലോകത്തെ സകല തീവ്രവാദ ഭീകര സംഘടനകളുടെ പുറകിലാരാ? മുസ്ലിം പേരുകളിൽ നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ലോകത്ത് പലയിടത്തും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് IS മുതൽ അൽ ഖായിദ, ബോക്കോ ഹറാം, ജയ്ഷെ മുഹമ്മദ്, ലഷ്കറെ ത്വയ്ബ, ഏത് സംഘടനയാവട്ടെ, ഇന്ത്യയിലാവട്ടെ, കാശ്മീരിലാവട്ടെ, പാകിസ്ഥാനിലാവട്ടെ, ബംഗ്ലാദേശിലാവട്ടെ, അത് ലോക രാജ്യങ്ങളിൽ എവിടെയാവട്ടെ, സിറിയയിലാവട്ടെ, ഈജിപ്തിലാവട്ടെ, ഇറാഖിലാവട്ടെ, എവിടെയാവട്ടെ, സകല ഭീകര തീവ്രവാദ സംഘടനകൾ ഒന്നുകിൽ വഹാബിസം അല്ലെങ്കിൽ മൗദൂദിസം, ഇഖ്വാനിസം, അവരുടെ മാനിഫെസ്റ്റോ. ISൽ ഒരാൾ ചേർന്നാൽ ആദ്യം പഠിക്കാൻ കൊടുക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദാണ്. നമ്മുടെ കേരളത്തിലെ KNM പഠിപ്പിക്കുന്ന, വിസ്ഡം ഗ്രൂപ്പുകാർ പഠിപ്പിക്കുന്ന, മർക്കസുദ്ദഅവക്കാർ പഠിപ്പിക്കുന്ന സകല വഹാബികളും അവരുടെ ഏറ്റവും വലിയ ആചാര്യനായി അംഗീകരിക്കുന്ന ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദാണ്. ISകാർക്ക് പഠിപ്പിക്കാൻ കൊടുക്കുന്നത് IS വഹാബിസമാണ്, സലഫിസമാണ്. അല്ലെങ്കിൽ മറ്റുള്ള സംഘടന ഒന്നുകിൽ ഇഖ്വാനിസം, മൗദൂദിസം, അല്ലാതെ പാരമ്പര്യ സുന്നി സംഘടനകൾ ലോകത്തെ എവിടെയാവട്ടെ, ത്വരീഖത്തുള്ള മശായിഖന്മാരുടെ വഴി സ്വീകരിച്ച ഉലമാഇന്റെയും തങ്ങന്മാരുടെയും പാരമ്പര്യ വഴി സമസ്തയെ പോലെയുള്ള സംഘടനകൾ ലോകത്തെവിടെയും തീവ്രവാദ ഭീകര ചിന്താഗതിയിലേക്ക് പോയിട്ടില്ല. നമ്മുടെ നാട്ടിലെ മാനവികതയും ഐക്യവും സൗഹൃദവും നിലനിർത്തുന്നത് പാരമ്പര്യ സുന്നിവാദികളാണ്. അതുകൊണ്ടാണ് ശൈഖുനാ ശംസുൽ ഉലമ സമസ്തയുടെ 60ാം വാർഷികത്തിലും 70ാം വാർഷികത്തിലും ഒക്കെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, മൈത്രി നിലനിർത്തുന്നത് ഔലിയാക്കളാണ്, സമസ്ത ഔലിയാക്കളുടെ വഴിയാണ്. 14 നൂറ്റാണ്ടുകാലമായി കേരളക്കരയിൽ എത്ര വലിയ ഐക്യം! ഇവിടുത്തെ നാനാജാതി മതവിഭാഗങ്ങളോട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്, ശബരിമല അയ്യപ്പ സ്വാമിയുടെയും വാവർ വലിയുള്ളാഹിയുടെയും സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കഥ. എന്നും അയ്യപ്പ ഭക്തന്മാർ അവിടെ പോകുമ്പോ, മല കയറുമ്പോ വാവർ പള്ളിയിൽ പോയി അവരുടെ വഴിപാടുകളും നേർച്ചകളും സമർപ്പിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. വാവർ വലിയുള്ളാഹിയും അയ്യപ്പ സ്വാമിയും തമ്മിലുള്ള ബന്ധം, മമ്പുറം തങ്ങളും കോന്തുനായരും തമ്മിലുള്ള ബന്ധം, കോഴിക്കോട്ടെ ശൈഖ് ജിഫ്രി തങ്ങളും മാനദേവൻ മാനവിക്രമൻ രാജാവും തമ്മിലുള്ള ബന്ധം, മാനാഞ്ചിറ കോഴിക്കോട്ടുകാർക്ക് ഇന്നും ഏത് അത്യുഷ്ണവും ഏത് കടുത്ത വേനൽ വന്നാലും വറ്റിപ്പോകാത്ത കറാമത്തിന്റെ നീരുറവയായി നിലനിൽക്കുകയാണ് മാനാഞ്ചിറ. കാരണം ഇവിടെ സമൃദ്ധമായ വെള്ളം ലഭിക്കുമെന്ന് കറാമത്തിന്റെ അകക്കണ്ണുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് ജിഫ്രി തങ്ങൾ പറഞ്ഞതാണ്. അതിനുള്ള ഭൂമി, അതിനുള്ള സ്ഥലം, വിലപിടിപ്പുള്ള ഭൂമി അന്നത്തെ മഹാരാജാവ് മാനവിക്രമൻ രാജാവ് വിട്ടുകൊടുത്തു. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ അതിനു വേണ്ടിയുള്ള ജോലിക്കാരെയും സമ്പത്തും നൽകി അതിന്റെ ചെലവ് മുഴുവനും ഏറ്റെടുത്തു. ഈ സൗഹൃദത്തിന്റെ കഥ പറയാറുണ്ട് ശൈഖുനാ ശംസുൽ ഉലമ. ഇതല്ലേ നമ്മുടെ നാട്, ഇതല്ലേ നമ്മുടെ ചരിത്രം. അത് ഇന്നും നിലനിൽക്കുകയാണ്. കാരണം നാനാജാതി മതവിഭാഗങ്ങളോട് ഈ സഹിഷ്ണുതയും സ്നേഹവും ഐക്യവും സൗഹൃദവും നിലനിർത്താൻ കഴിയുക പാരമ്പര്യ സുന്നികൾക്ക് മാത്രമാണ്. മറ്റുള്ള ആളുകള് അവര് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ പെടാപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ന് വ്യാപകമായി സൗഹൃദ ജുമുഅ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ജുമുഅ എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളി. ജുമുഅ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്. എന്നിട്ട് വെള്ളിയാഴ്ച പള്ളിയിലെ 1ാം സഫിലേക്ക് നാട്ടിലെ ഹിന്ദുക്കളായ ക്രിസ്ത്യാനികളായ ആണുങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവരെ ജുമുഅയിൽ പങ്കെടുപ്പിച്ച് സൗഹൃദ ജുമുഅ.
എത്ര വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത്. പള്ളിയില് ക്രിസ്മസ് ആഘോഷം, ഓണാഘോഷം, ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി പള്ളികളിൽ ഓണത്തിന്റെ ഭാഗമായി, ക്രിസ്മസിന്റെ ഭാഗമായി ആഘോഷ പരിപാടികളും സൗഹൃദ പരിപാടികളും ജമാഅത്തുകാരുടെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് നടത്തിയില്ലേ? അത് മാത്രമല്ല, അവർക്ക് പള്ളി, ഞാൻ സൗഹൃദം വേണ്ട എന്ന് പറയുകയല്ല, ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിക്കൂടെ ജമാഅത്തുകാരാ ഓണത്തിന്റെ ഭാഗമായി? കാരണം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയായി മുദ്രകുത്തപ്പെട്ട് പലവട്ടം നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ പുസ്തകങ്ങളിൽ നിന്ന്, അവരുടെ മൗദൂദിയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, ഭീകര തീവ്ര ചിന്താഗതിയിൽ നിന്ന് ഒരു ഇഞ്ച് പുറകിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പോയിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാര് പത്രക്കാരന്റെ മുന്നിൽ ഇന്നത്തെ സംസ്ഥാന അമീർ പറഞ്ഞു, മൗദൂദിസം ഞങ്ങളുടെ ഇസമല്ല, മൗദൂദിസമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. അത് കേവലം പത്രക്കാരന്റെ മുന്നിൽ തട്ടിവിട്ടാൽ പോരാ. ഈ അബുല്ലാല മൗദൂദിയുടെ 100 കണക്കിന് പുസ്തകങ്ങൾ നിങ്ങളുടെ IPH-ലൂടെ ഇപ്പോഴും വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പള്ളികളിലെ ലൈബ്രറികളിൽ മൗദൂദിയുടെ പുസ്തകങ്ങളുണ്ട്. നിങ്ങളുടെ ഗ്രന്ഥാലയങ്ങളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മൗദൂദിയുടെ പുസ്തകങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൗദൂദിസം ഞങ്ങളുടെ ഇസമല്ല എന്ന് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ മൗദൂദി സാഹിത്യങ്ങൾ മുഴുവനും പുറത്തേക്കിട്ട് കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞ് ഞങ്ങൾക്ക് മൗദൂദിസം ആശയമല്ല എന്ന് പറയാൻ ആണത്തം കാണിക്കണം. ജനങ്ങളെ പറ്റിക്കരുത്, പത്രക്കാരെ വഞ്ചിക്കരുത്, പൊതുസമൂഹത്തെ അപകടപ്പെടുത്തരുത്. ഉള്ളിലൂടെ ഈ മൗദൂദിസം എന്ന മാറാപ്പ് പേറി ഈ മൗദൂദിയുടെ സകല ഗ്രന്ഥങ്ങളും ഇപ്പോഴും വിറ്റഴിച്ച് IPH-ന്റെ കോഴിക്കോട്ടെ സ്റ്റാളിൽ പോയാൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ അവർ അച്ചടിച്ച് പുതിയ പ്രിന്റിംഗ് ചെയ്ത് ഇപ്പോഴും വിൽക്കുന്ന മൗദൂദി സാഹിത്യങ്ങളല്ലേ? അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ കൂടിയിട്ട് കേവലം അമീർ പത്രക്കാരെ പറഞ്ഞു വഞ്ചിച്ചാൽ പോരാ, ശൂറ കൂടിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കാൻ തയ്യാറുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ മൗദൂദിസം കൈയൊഴിച്ചു, മൗദൂദിയെ ഞങ്ങൾ തള്ളി പറയുന്നു, മൗദൂദിസം ഞങ്ങളുടെ വഴിയല്ല, ഇതാ ഞങ്ങൾ ശൂറ കൂടി തീരുമാനിച്ചു പ്രമേയം പാസ്സാക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ? ആളുകളെ പറഞ്ഞ് പറ്റിച്ചാ പോരാ. പിന്നെ ഇവരുടെ വിദ്യ എന്താണ്? ഞങ്ങളാണ് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ ആളുകൾ. ഒരു കാര്യം മനസ്സിലാക്കണം, പള്ളിയെ പള്ളിയായി കാണണം. പള്ളിയുടെ മുകളിൽ ടർഫ് ഉണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി പള്ളിയിലെ ഖത്തീബ് പന്ത് തട്ടിയിട്ട് മുകളിൽ, കാരണം പള്ളിയുടെ മുകളിൽ വെറുതെ ഒഴിഞ്ഞു കിടക്കുക. അപ്പൊ ടർഫ് കെട്ടിയിട്ട് കുട്ടികൾക്ക് പന്ത് കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പള്ളിയെ ബഹുമാനിക്കണം സഹോദര. നിങ്ങൾക്ക് ടർഫ് വേറെ ഉണ്ടാക്കാം, നിങ്ങൾക്ക് സൗഹൃദ പരിപാടികൾ, ഓണാഘോഷ പരിപാടികൾ, ജമാഅത്തുകാര ക്രിസ്മസ് പരിപാടികൾ ആവട്ടെ. നാട് ഇന്ത്യയാണ്, ബഹുസ്വര സമൂഹമാണ്. ആ നിലക്ക് നിങ്ങൾക്ക് മാന്യമായി ഏതെങ്കിലും അങ്ങാടിയിലോ ഓഡിറ്റോറിയത്തിലോ പരിപാടികൾ നടത്തിക്കൂടെ? എന്തിനാ പള്ളിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്? പള്ളി ബഹുമാനിക്കപ്പെടേണ്ട ഇടമല്ലേ? പള്ളിയിൽ നിയമം എന്താണ്? നമുക്ക് ആണുങ്ങളായ നമുക്ക് പോലും പള്ളിയിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന ഘട്ടങ്ങളില്ലേ? നമുക്ക് അശുദ്ധി ഉണ്ടായാൽ, ഒരു പുരുഷന് അശുദ്ധി ഉണ്ടായാൽ, ഒരു പുരുഷന് കുളി നിർബന്ധമായ അവസ്ഥയിലാണെങ്കിൽ പള്ളിയിൽ കയറാൻ പാടില്ല, പള്ളിയിൽ താമസിക്കാൻ പാടില്ല. പള്ളി പവിത്രമാണ്, പള്ളിക്കൊരു പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധി ഓരോ മതങ്ങൾക്കും അവരുടെ മത കലാലയങ്ങളും മത കേന്ദ്രങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും പരിശുദ്ധമാണ്. ഹിന്ദുക്കൾക്ക് അവരുടെ പല പുണ്യ പ്രദേശങ്ങളുമുണ്ട്, അഹിന്ദുക്കൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ ചില സംവിധാനങ്ങളുണ്ട്, അവർ മാത്രമേ അവിടെ പ്രവേശിക്കൂ. അത് അവരുടേതായ മതങ്ങളുടെ വിശ്വാസങ്ങളാണ്. പള്ളിക്ക് പവിത്രതയുണ്ട്. അതുകൊണ്ട് പള്ളിയെ കളങ്കപ്പെടുത്തുന്ന ഈ രീതിയൊക്കെ ഏറ്റവും വലിയ അപകടമാണ്. നിങ്ങൾക്ക് പറ്റിപ്പോയത് അള്ളാന്റെ ശിആറിനോടുള്ള ബഹുമാനം ഇല്ലാതാക്കി. വമയ്യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ബഹുമാനിക്കപ്പെടേണ്ട കേന്ദ്രങ്ങളെ ബഹുമാനിക്കണം, പള്ളികളെ ബഹുമാനിക്കണം, പുണ്യസ്ഥലങ്ങളെ ബഹുമാനിക്കണം, ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ, വ്യക്തികളെ ബഹുമാനിക്കണം, ഔലിയാക്കളെ ബഹുമാനിക്കണം, അമ്പിയാക്കളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. ഇവര് ചെയ്തതെന്താ? ഈ ബഹുമാനങ്ങളൊക്കെ ഇല്ലാതാക്കി, തട്ടിത്തകർത്തു. തങ്ങന്മാരില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? തങ്ങന്മാര് കർബലയോടുകൂടെ അവസാനിപ്പിച്ചു എന്ന്
ഇവര് തീരുമാനം പ്രഖ്യാപിച്ചു. കർബലയിൽ ഒരുപാട് മഹാന്മാരായ സാദാത്തുക്കൾ, മുത്തുനബിയുടെ പേരക്കുട്ടി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ തങ്ങൾ കുടുംബത്തിലെ, മുത്തുനബിയുടെ കുടുംബത്തിലെ നിരവധി ആളുകൾ അവിടെ ഷഹീദായതോടുകൂടെ തങ്ങന്മാരുടെ വംശപരമ്പര തന്നെ അവിടെ അവസാനിച്ചു, കർബലയിൽ അവസാനിച്ചു എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം. അങ്ങനെയായാൽ പിന്നെ തങ്ങന്മാരാരാ ബഹുമാനിക്കുക? ഇത് വിശ്വസിച്ചാൽ ഈ വഹാബിസം, ഈ മൗദൂദിസം, ഇവരുടെ ചിന്താഗതി വിശ്വസിച്ച തങ്ങന്മാരെന്നപ്പല്ല എന്ന് വിശ്വസിച്ച പിന്നെ തങ്ങന്മാരാരെങ്കിലും ബഹുമാനിക്കുവോ? ഔലിയാക്കളില്ല, അവരുടെ കറാമത്തില്ല, പിന്നെ ആരെങ്കിലും ഔലിയാക്കൾ അംഗീകരിക്കുവോ? മഹാനായ മുത്ത് നബിയെ പോലും നിഷേധിക്കുക. ഞാനൊരു കാര്യം പറയാൻ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി സഹോദരിമാരെ, സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് കേവലം സാധാരണ ഒരു വാഴലിന്റെ വേദിയല്ല, ഇത് സമസ്തയുടെ ആദർശം പറയുന്ന വേദിയാണ്. നമ്മുടെ വഴി എന്താ? മഹാന്മാരുടെ വഴിയല്ലേ? ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്, ബിദ്അത്തുകാര് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം, ഏറ്റവും വലിയ അപകടം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞു എന്നതാണ്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നിപ്പോകും. ഇതിനേക്കാൾ അപകടകരമായ വാദങ്ങൾ പലതും ബിദ്അത്തുകാർ പറഞ്ഞിട്ടില്ലേ? വഹാബികളും മൗദൂദികളും. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞു. മഹാന്മാരായ ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞു, തങ്ങന്മാരെ തള്ളിപ്പറഞ്ഞു, കറാമത്ത് നിഷേധിച്ചു. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അപകടം അള്ളാന്റെ റസൂല് സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞതാണ്. ശംസുൽ ഉലമ പറയാറുള്ളത്, അതോടുകൂടെ അവർ ദീനിന്റെ അടിത്തറയാണ് പൊളിച്ചത്. വഹാബികളെ, മൗദൂദികളെ, ബിദ്അത്തുകാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞതോടുകൂടെ ദീനിന്റെ അടിത്തറ നിങ്ങൾ പൊളിച്ചു എന്ന് ശൈഖുനാ ശംസുൽ ഉലമ. അതിന്റെ ഗൗരവം എത്രയാണ്? കാരണം നമ്മൾ മുത്തുനബിയെ അങ്ങനെ ചിന്തിച്ചാൽ നമ്മെ പോലെ ഒരു സാധാരണക്കാരനാണ്. അവരതല്ലേ പറയാറുള്ളത്? 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പ്രത്യേകതയും ഇല്ല. അത് കഴിഞ്ഞ് 23 കൊല്ലം മരിക്കുന്നത് വരെ നബിയായിരുന്നു, ആ പദവി ഉണ്ടായിരുന്നു, നുബുവത്ത്, മന്ത്രി പദവി പോലെ. 5 കൊല്ലത്തേക്കൊരു മന്ത്രി, അതേപോലെ 23 കൊല്ലത്തേക്ക് നബിയായി. മരിച്ചപ്പോൾ അതോടുകൂടെ അവസാനിച്ചു. അല്ലാതെ നബിക്ക് മറ്റൊരു പ്രത്യേകതയില്ല. മുഹമ്മദ് സൺ ഓഫ് അബ്ദുള്ള, പോസ്റ്റ് ഓഫീസ് മക്ക, ഖുറൈശി ഹൗസ് എന്ന് പറഞ്ഞ് മക്കത്തെ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ ഒരു മുഹമ്മദ്, അത്ര മാത്രമേ ഉള്ളൂ. 40 വയസ്സ് വരെ ഒരു പ്രത്യേകതയും ഇല്ല, ഒരു ആദരവും ബഹുമാനവും കൽപ്പിക്കേണ്ടതില്ല. പിന്നെ മരിച്ചുപോയി, അതോടുകൂടെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കുറെ നല്ല സിദ്ധാന്തങ്ങൾ നമുക്ക് തന്നു, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. അങ്ങനെയാണോ മുത്തുനബി അംഗീകരിക്കേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുത്തുനബിയെ നമ്മൾ അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ മുസ്ലിം ആവണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയണ്ടേ? ഞാൻ സാക്ഷിയാണ്. എന്തിന്? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് ആയിരുന്നു എന്നല്ല. അന്ന് 1400 കൊല്ലം മുമ്പ് 23 കൊല്ലം റസൂലായിരുന്നു, നബി ആയിരുന്നു എന്ന ചരിത്രം പറയുക. ഞാൻ ആ ചരിത്രം വായിച്ചിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണ് എന്നല്ല. ഇപ്പോ അള്ളാന്റെ റസൂലാണ്, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്. നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. ആരാധനക്കർഹൻ രാജാതിരാജനായ റബ്ബ് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ സാക്ഷിയാണ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഖിയാമത്ത് നാളിലും അതിനുശേഷവും നമ്മുടെ നേതാവ് മുത്തുനബിയാണ്. റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യൻ വറസൂലാ. അള്ളാന്റെ റസൂലിനെ നബിയായി, റസൂലായി, നേതാവായി എല്ലാ അർത്ഥത്തിലും മുത്തുനബിയെ സ്വീകരിക്കാതെ, തൃപ്തിപ്പെടാതെ, അള്ളാന്റെ റസൂലിനെ കേവലം നവോത്ഥാന നായകനായി മാത്രം കണ്ടാ പോരാ. ബിദ്അത്തുകാര് കൊണ്ടുവന്ന ഒരു രീതിയാണ്. നമുക്കിടയിലെ ചില ആളുകൾ പോലും അത് സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, ഒരു നവോത്ഥാന നായകനായിരുന്നു, നല്ല ഒരു കുടുംബനാഥനായിരുന്നു, നല്ല ഒരു രാഷ്ട്രശില്പിയായിരുന്നു, നല്ല ഒരു പരിസ്ഥിതി സ്നേഹിയായിരുന്നു, ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു, നല്ല ഒരാളായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. അതുമായി ബന്ധപ്പെട്ട ഹദീസൊക്കെ പറയും, അതൊക്കെ അവർ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മരം നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞത്, കിണർ കുഴിക്കാൻ പറഞ്ഞത്, പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നാൽക്കാലി മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത്, പക്ഷിപ്പറവകളെ താലോലിച്ചത്, കുഞ്ഞു മക്കളോട് സ്നേഹം കാണിച്ചത്, ഒരു നല്ല രാഷ്ട്രശില്പിയായത്, ഭരണകർത്താവായത്, കുടുംബനാഥനായത്, അതുമായി ബന്ധപ്പെട്ട നല്ല ഹദീസുകളൊക്കെ പറയും. അതൊക്കെ എമ്പാടും വിശദീകരിക്കും. എന്നാലോ വഹാബികളും മൗദൂദികളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിലേക്ക് കാഴ്ചയുള്ളതുപോലെ മുത്തുനബിക്ക് പുറകിലേക്ക് കാഴ്ചയുണ്ടായിരുന്നു. ഇത് പറയാറുണ്ടോ? അതെങ്ങനെ ഉണ്ടാവുക? അത് പറയൂല. അത് പൊതുസമൂഹത്തോട് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കൂലേ? അപ്പൊ അത് പറയാൻ കൊള്ളൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ ഈച്ചയോ പാറ്റയോ പ്രാണിയോ വന്നിരിക്കാറില്ല. മുത്തുനബിക്ക് പ്രത്യേകമായ പ്രകാശമായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ വേർപ്പ് തുള്ളികൾക്ക് പോലും സുഗന്ധമായിരുന്നു. മുത്തുനബിയുടെ മലമൂത്ര വിസർജ്യങ്ങൾക്ക് പോലും ദുർഗന്ധമുണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ ഖസായിസുകൾ, ഖുസൂസിയാത്ത് ഇവർ അംഗീകരിക്കൂല. മുത്തുനബിയുടെ മോചിതത്തുകൾ പറയൂല, അംഗീകരിക്കൂല. വൽ വഹ്ശു വൽ അശ്ജാറു ഖസജദത് ലഹു വഅലൈഹി ഖസല്ലംന ബഅദ തശഹുദി. അള്ളാന്റെ റസൂലിനോട് സലാം ചൊല്ലി മുത്തുനബിയുടെ മുന്നിൽ സുജൂദ് ചെയ്തു. നാൽക്കാലികൾ, ഒട്ടകങ്ങൾ, ആടുമാടുകൾ മുത്തുനബിയുടെ മുന്നിൽ വന്ന് സലാം ചൊല്ലി. മരങ്ങൾ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തു. കല്ലുകൾ സലാം ചൊല്ലി, അവർ ഷഹാദത്ത് പ്രഖ്യാപിച്ചു. കല്ലുകളും മരങ്ങളും അചേതന വസ്തുക്കൾ പോലും മുത്തുനബിക്ക് സലാം ചൊല്ലി. ഇത് പറയാൻ, ഇത് അഭിമാനത്തോടെ പറയാൻ, മുത്തുനബിയുടെ മോചിതത്തുകൾ പറയാൻ എന്തേ വഹാബികളെ, മൗദൂദികളെ നിങ്ങൾക്ക് നാണക്കേട്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സാധാരണക്കാരനാക്കി. ഗാന്ധിജിയെ പോലെ, ഗുരുനാനാക്കിനെ പോലെ, ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം നിങ്ങൾ മുത്തുനബിയെ പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മീയത നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ ജൂൺ ലക്കം അൽമനാറിൽ വഹാബി പ്രസിദ്ധീകരണത്തിൽ ഒരു അറബിക് കാലിഗ്രാഫി പ്രിന്റ് ചെയ്തു വന്നു. അതില് യാ റസൂലല്ലാഹ് എന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകൂല. അറബിക് കാരിക്കേച്ചറാണ്, കാലിഗ്രാഫിയാണ്. പ്രിന്റ് നടന്നു, പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു, പോസ്റ്റലായി ഒക്കെ അയച്ചു കൊടുത്തു, ആളുടെ കയ്യിൽ കിട്ടി. അപ്പോഴാണ് ഒരു വഹാബി പരിശോധിച്ചത്. അയാളിങ്ങനെ നോക്കിയപ്പോ, ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയപ്പോ കണ്ടെത്തി, യാ റസൂലല്ലാഹ്, നമ്മുടെ പ്രസിദ്ധീകരണത്തിലാണല്ലോ ഇത് വലിയൊരു തെറ്റായി പോയല്ലോ. ഉടനെ എഡിറ്റർക്ക് കത്തെഴുതി. എഡിറ്റർ അടുത്ത ലക്കം ജൂലൈ ലക്കത്തിൽ മാപ്പപേക്ഷ, ക്ഷമാപണം. കഴിഞ്ഞ ലക്കം അൽമനാറിൽ വലിയ ഒരു അബദ്ധം പറ്റിപ്പോയി, വലിയ ഒരു തെറ്റ് പറ്റിപ്പോയി, യാ റസൂലല്ലാഹ് എന്ന് അച്ചടിച്ച് വന്നുപോയി, പൊരുത്തപ്പെടണം, മാപ്പാക്കണം, നമുക്ക് തെറ്റുപറ്റിപ്പോയി. എന്തേ 100 കൊല്ലമായി വഹാബി പുരോഹിതന്മാർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്, പാതകമാണ് എന്ന് പഠിപ്പിച്ചു നിങ്ങൾ. യാ റസൂലല്ലാഹ് സഹായിക്കണേ എന്നില്ല അവിടെ. യാ റസൂലല്ലാഹ് രക്ഷിക്കണേ എന്ന് അവിടെ ഇല്ല. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പഠിച്ചു പോയ ഏറ്റവും വലിയ അപകടമായ അഖീദയാണ്, വിശ്വാസമാണ് വഹാബിസം. വഹാബികളെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്തഹിയാത്തിൽ നിങ്ങൾ ഓതാറില്ലേ? അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? ഇതേ അർത്ഥല്ലേ അതിനുള്ളത്? എന്താ അവിടെ പറയുന്നത്? അയ്യുഹൻ നബിയു, നബിയേ, നബിയായിട്ടുള്ളവരെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായിട്ടുള്ളവരെ എന്നല്ലേ വിളി? നബിയെ വിളിച്ചാലല്ലേ നിസ്കാരം സ്വഹീഹാവൂ. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മദീന പള്ളിയിൽ ഒരു ദിവസം അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തുനബി വിളിച്ചു, യാ അബാ സഈദ്. വിളി കേട്ടില്ല, നിസ്കാരത്തിലല്ലേ. രണ്ടാമത് മുത്തുനബി വിളിച്ചു, യാ അബാ സഈദ്. വിളി കേട്ടില്ല. 3 വട്ടം വിളിച്ചു, വിളി കേട്ടില്ല, നിസ്കാരത്തിലാണല്ലോ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിച്ചെന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, കുന്തു അന ഉസല്ലി, ഞാൻ നിസ്കാരത്തിലായിരുന്നു നബിയെ, അങ്ങെന്താ എന്നെ വിളിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞ എന്താണെന്നറിയോ? അബൂ സഈദ് അലം യഖുലില്ലാഹു അസ്സ വജൽ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് നിനക്കറിയൂലേ? അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? നിനക്ക് അറിയൂലെങ്കിൽ നീ അറിയണം.
ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളെ വിളിച്ചാൽ ഉടനെ വിളി കേൾക്കണം. അള്ളാന്റെ നിയമം അബൂ സഈദ്. അപ്പോഴാണ് അബൂ സഈദ് തങ്ങൾക്കും സ്വഹാബത്തിനൊക്കെ മനസ്സിലായത് അള്ളാന്റെ റസൂല് വിളിച്ച നിസ്കാരത്തിലാണെങ്കിൽ പോലും എന്താവണം? ആ വിളിക്കുത്തരം ചെയ്യണം. അള്ളാന്റെ റസൂല് സാധാരണക്കാരനല്ല. നബിയെ നമ്മളെല്ലാവരും നിസ്കാരത്തിൽ വിളിക്കണം. മുത്ത് നബിയെ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചാലേ നമ്മുടെ നിസ്കാരം സ്വഹീഹാവൂ. ഈ ആത്മീയത മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ബിദ്അത്തുകാര്. അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തുകാര് അവിടെ നബിയെ ഓർക്കാൻ പാടില്ല, അവിടെ ഇനി ഏതെങ്കിലും മൃഗങ്ങളെ ഓർത്താൽ പോലും വിരോധമില്ല എന്ന് പറഞ്ഞത് എഴുതി വെച്ചത്. ബിദ്അത്തുകാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മുത്തുനബിയെ, മുത്തുനബിയുടെ അമാനുഷികതയെ, മുത്തുനബിയുടെ അത്ഭുതങ്ങളെ, മോചിതത്തുകളെ, പ്രത്യേകതകളെ അത് അംഗീകരിക്കുന്നവരാ സുന്നികൾ. അതുകൊണ്ടാ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരാണെന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ, പ്രചരിപ്പിച്ചാൽ ദീനിന്റെ അടിത്തറ മുഴക്കിയവനായി. അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കണം, ആദരിക്കണം, മുത്തുനബിയെ അറിയണം, മഹാന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ അറിയണം. ഇതാണ് നമ്മുടെ ഈമാൻ സലാമത്താകാനുള്ള വഴി. നമ്മളൊക്കെ ഈ പുണ്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നവരല്ലേ? വേദനയോടുകൂടെ പറയുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്നവരോട്, ഈ സമസ്തയുടെ ആദർശ വിശുദ്ധി പറയുമ്പോ ബിദ്അത്തുകാരെ തുറന്നു കാണിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? അത് പറയുന്നത് എന്തുകൊണ്ടാ? ഇങ്ങോട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ അങ്ങോട്ട് മറുപടി പറയേണ്ടി വരികയാണ്. ഇതൊരു മറുപടിയുടെ വേദിയായതുകൊണ്ടല്ല, പക്ഷെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലം. ഒരു വഹാബി മൗലവി, ചുഴലി മൗലവി പറഞ്ഞത് എന്താണെന്നറിയോ? 10,000 പള്ളികൾ, ഈ പള്ളികളൊക്കെ അമ്പലങ്ങളാ. നിങ്ങളുടെ നാട്ടിലെ ജുമുഅത്ത് പള്ളി ഉൾപ്പെടെ 10,000-ലധികം ജുമുഅത്ത് പള്ളികളുള്ള നാടാ കേരളം. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ ഉമ്മത്ത് പണിതുയർത്തിയ പള്ളികൾ, 1400 കൊല്ലം പഴക്കമുള്ള പള്ളി കേരളത്തിലില്ലേ? 1000-ലധികം കൊല്ലങ്ങൾ പഴക്കമുള്ള പള്ളികൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലില്ലേ? 600-700 കൊല്ലം പഴക്കമുള്ള പള്ളികളില്ലേ? ഈ പള്ളികളെ കുറിച്ചാണ് പറഞ്ഞത് അമ്പലങ്ങളാണ്. ആ പള്ളികളിലെ ഇമാമുമാര്, ഖത്തീബുമാര്, പൂജാരിമാരാണ്. എന്തേ കാരണം? അയാൾ കണ്ടെത്തിയ കാരണം, അവിടെ ഖുതുബിയത്ത് ചൊല്ലുന്നു പള്ളിയിൽ, ഹദ്ദാദ് നടക്കുന്നു, മൗലിദ് ഓതുന്നു. ഇതിന്റെ പേരിലാണ് ഈ പള്ളികളെ അമ്പലങ്ങളാണെന്ന് പറഞ്ഞത്. പൂജാരിമാരാണെന്ന് ഉസ്താദുമാരെ ആക്ഷേപിച്ചത്. നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ പറയുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറ, എന്താ ഖുതുബിയത്ത്? ഈ ചുഴലി മൗലവി പഠിച്ചിട്ടുണ്ടോ? ഇൻ അബ്താഅത് ഗാറത്തുൽ അർഹാമി വബ്താദത് അന്നഫ അസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി. സ്വന്തം രക്തബന്ധത്തിലും കുടുംബ ബന്ധത്തിലുമുള്ള ആളുകൾക്ക് നമ്മെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും പറ്റാതെ വന്നാലും നമുക്ക് സഹായം കിട്ടുന്നത് റബ്ബിന്റെ സഹായം മാത്രമാണ്. അള്ളാന്റെ സഹായം നമ്മുടെ ഹബലുൽ വരീദിനേക്കാൾ, കണ്ടനാളിയേക്കാൾ നമ്മോടടുത്തുള്ളവൻ പടച്ച റബ്ബാണ്. നമ്മളെവിടെ ഒറ്റപ്പെട്ടാലും നമ്മെ സഹായിക്കാനുള്ളത് റബ്ബാണ്. റബ്ബേ, നിന്റെ സഹായം വേണം. യാ ഗാറത്തല്ലാഹി ഹുസി സൈറ മുസ്രിഅതൻ ഫീ ഹല്ലി ഉഖദതിനാ യാ ഗാറത്തല്ലാഹി. ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പതിവാക്കിയിരുന്ന വരികളാണിത്. ഇത് ചൊല്ലിക്കൊണ്ടാ ഖുതുബിയത്ത് തുടങ്ങുന്നത്. ഇടക്കിടക്ക് മജ്ലിസുൻ നൂറിലും ഖുതുബിയത്തിലും ഒക്കെ നമ്മൾ ചൊല്ലാറുണ്ട്, ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹായ റബ്ബേ, അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ തേടുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്റെ റിളയാണ്. ഇത് ഇടക്കിടക്ക് ചൊല്ലുന്നവർ ഖുതുബിയത്ത് അവസാനിക്കുമ്പോ യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹ് ഫർഹ്നാ ബിന്നൂബാ. അല്ലാഹ് അല്ലാഹ് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ആശ്വസിപ്പിക്കണം, ഞങ്ങളെ സന്തോഷിപ്പിക്കണം. റബ്ബിനോട് കൈനീട്ടി ദുആ ചെയ്യുകയാണ് ഖുതുബിയത്തിന്റെ അവസാനം. പിന്നെ നീണ്ട ഒരു ദുആയുണ്ട്. അതിനിടയിൽ ഗൗസുൽ ആലമിനോട്, ഖുതുബുൽ അഖ്താബിനോട്, ഔലിയാക്കളുടെ നേതാവിനോട് ആത്മീയ ബന്ധമുള്ള ആളുകൾ, അവരുടെ ത്വരീഖിനെ ഇഷ്ടപ്പെടുന്നവർ, അവരോടുള്ള ഒരു ആത്മീയമായ സ്നേഹബന്ധം ആ ഖുതുബിയത്തിലൂടെ നിലനിർത്തുമെന്നല്ലാതെ ഇനി അതിന്റെ പേരിൽ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് ആത്മീയമായി നമ്മൾ വിളിച്ചാൽ
യാ റസൂലല്ലാഹ് എന്ന് മുത്തുനബിയെ വിളിച്ചാൽ അതൊരു ആത്മീയതയാണ്, മഹാന്മാരോടുള്ള സ്നേഹബന്ധമാണ്. അതിന്റെ പേരിൽ ഈ പള്ളികൾ അമ്പലങ്ങളാണ്, ഇവരൊക്കെ പൂജാരിമാരാണെന്ന് പറയുമ്പോ സമസ്തക്കാരും മിണ്ടാതിരിക്കണോ? ഇനി അത് വേണ്ട, നിങ്ങളെക്കുറിച്ച്, സാധാരണക്കാരായ ആളുകളെ കുറിച്ച് ഇവർ പറഞ്ഞത് എന്താ? ഒരു മൗലവി, ഇന്നും ജീവിച്ചിരിക്കുന്ന മൗലവിയാണ് മുജാഹിദ് ബാലുശ്ശേരി. അയാൾ പ്രസംഗിച്ചത് എന്താ? വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ, കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മ, പലിശയേക്കാൾ വലിയ രണ്ട് തിന്മ, ഒന്ന് സുബഹിക്ക് ഖുനൂത്തോതലാണ്, മറ്റൊന്ന് നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തലാണ്. ഇന്ന് സുബഹിക്ക് പള്ളി പോയ ആളുകളല്ലേ ഇരിക്കുന്നവർ? വുളൂ ചെയ്ത് പള്ളിയിൽ കയറിയിട്ട് ഇമാമിന്റെ കൂടെ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ ഹിദായത്തിലാക്കിയ മഹാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഹിദായത്തിലാക്കണം. ഈ ഖുനൂത്തിന്റെ ഓരോ വരിയും മുത്തുനബി പഠിപ്പിച്ചതല്ലേ? ഈ ഖുനൂത്ത് ചൊല്ലുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണെന്ന് സാധാരണക്കാരാ നിങ്ങളോട് പറഞ്ഞാൽ ഉസ്താദ് ദുആ ചെയ്യും, ഖുർആനിൽ വന്ന ദുആ, ഹദീസിൽ വന്ന ദുആ, അതിന് നമ്മൾ ആമീൻ ചൊല്ലുന്നത് പലിശയേക്കാൾ, കൊലപാതകത്തെക്കാൾ, മോഷണത്തെക്കാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വിഷയം. എന്തേ ഇവരോട് നിങ്ങൾ വേദാന്തം ഓതി കൊടുക്കാത്തത്? ഫാഷിസം വട്ടമിട്ട് പറക്കുന്നു. നിങ്ങൾ ആദർശം പറയണ്ട, നിങ്ങൾ സുന്നികളെ പറയണ്ട, എന്തേ വഹാബികളോട് പറയാത്തത്? ഇവിടെ അനൈക്യമുണ്ടാക്കിയത് ഈ ഉമ്മത്തിന് ഐക്യമുണ്ടായിരുന്നു. 1921 ശേഷം, മലബാർ വിപ്ലവത്തിന് ശേഷം, മലബാർ വിപ്ലവത്തിൽ നിന്ന് സൂത്രശാലികളായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരുവിതാംകൂറിലേക്ക് നാടുവിട്ട് അവിടെ നിന്ന് ഈജിപ്ഷ്യൻ വഹാബിസം അൽമനാർ വായിച്ച് മുഹമ്മദ് അബ്ദുവിന്റെ റഷീദ് റിളയുടെ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പുതിയ വ്യാജ തൗഹീദുമായി മലബാറിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ മഹല്ലുകൾ രണ്ടാക്കാനും ഉമ്മത്തിനെ ഐക്യം തകർക്കാനും ശ്രമിച്ചതല്ലേ ഏറ്റവും വലിയ അപകടം? അതുവരെ ഈ പാരമ്പര്യ പള്ളികളിലൊക്കെ ഒറ്റക്കെട്ടായിരുന്നില്ലേ? എല്ലാ പള്ളികളിലും, ഞാൻ പറഞ്ഞ 1400 കൊല്ലം പഴക്കമുള്ള പള്ളിയിലും അറബി ഭാഷയിൽ ഖുതുബ, തറാവീഹ് എല്ലാ റമദാനിലും 20 റക്അത്ത്. ഈ പള്ളികളിലൊന്നും സ്ത്രീകൾ ജുമുഅക്കോ ജമാഅത്തിനോ വരാറില്ല. ഈ പാരമ്പര്യമുള്ള ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള പള്ളി ഖബർസ്ഥാനുകളിൽ തൽഖീനും തസ്ബീത്തും ഓതും, മരിച്ചാൽ ഖത്തപ്പുര കെട്ടും, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലും, മൗലിദ് ഓതും, ദിക്ർ ചൊല്ലും, യാസീൻ ഓതും, ഖത്മുൽ ഖുർആൻ നടത്തും. ഈ ആചാരങ്ങളിൽ ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്തത്? ഒരു അൽ ഫാത്തിഹ എന്ന് വിളിച്ചാൽ വഹാബികൾ ഓടും, ഒരു യാസീൻ ഓത എന്ന് പറഞ്ഞാൽ മൗദൂദികൾ പായും, അവിടെ ഖത്മുൽ ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞ ബേജാറാവാണ്. ഖത്തപ്പുര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഖുറാഫാത്തിന്റെ കേന്ദ്രം. ദിക്ർ ചൊല്ലാൻ പാടില്ല, സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. ഇതിനെയൊക്കെ നിഷേധിച്ച് നല്ല കാര്യങ്ങളോടൊക്കെ വെറുപ്പ്. ഇതല്ലേ വഹാബിസത്തിന്റെ, മൗദൂദിസത്തിന്റെ, ബിദ്അത്തിന്റെ ആപത്ത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ബിദ്അത്തിനെ എതിർക്കുന്നത് നമ്മുടെ ഈമാൻ സലാമത്താക്കുന്നതിന് വേണ്ടി മാത്രമാണ് മുഅ്മിനീങ്ങളെ. ഒരാൾ വഹാബിയായാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാൾ മൗദൂദിയായാൽ അവന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? ഈ ഉസ്താദുമാരോടൊക്കെ വെറുപ്പ്, മൗലവിമാരെ കണ്ടാ ദേഷ്യം, തങ്ങന്മാരെ കണ്ടാ വെറുപ്പ്, പാണക്കാട്ട തങ്ങന്മാരോട് വെറുപ്പ്, എല്ലാ തങ്ങന്മാരോടും വെറുപ്പ്, അവരോടൊക്കെ വല്ലാത്തൊരു പക, ഔലിയാക്കളോട് വെറുപ്പ്, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ ഒന്നും കണ്ടൂടാ, അവരോട് പുച്ഛം, മരിച്ചുപോയ മഹാന്മാര് ബദരീങ്ങളോട് വെറുപ്പ്, മമ്രത്ത തങ്ങളോട് വെറുപ്പ്, സ്വാലിഹീങ്ങളോട് വെറുപ്പ്, മുഹ്യിദ്ദീൻ ശൈഖിനോട് വെറുപ്പ്. ഇതല്ലേ സമ്പാദ്യം ഒരാൾ വഹാബിയായാൽ? പിന്നെയോ ഈ പറഞ്ഞതുപോലെ അൽ ഫാത്തിഹയോട് വെറുപ്പ്, യാസീൻ ഓതുന്നതിനോട് വെറുപ്പ്, ഖത്മുൽ ഖുർആനോട് വെറുപ്പ്, ഹദ്ദാദ് ചൊല്ലുന്നത് വെറുപ്പ്, മൗലിദ് ഓതുന്നതിനോട് വെറുപ്പ്. ഇതൊക്കെ വെറുപ്പാ, വല്ലാത്ത ദേഷ്യം. ഞങ്ങളൊന്ന് പറയട്ടെ, ഞങ്ങൾ സമസ്തക്കാരായത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈമാനോടുകൂടെ മരണപ്പെടണം. ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗമായിരുന്നു, മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പട്ടിക്കാട് ജാമിയയിലെ ഗുരുനാഥനായിരുന്നു ശൈഖുനാ കുഞ്ഞാണി ഉസ്താദ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മുഹറം 10 വഫാത്തായത്. മുഹറം അള്ളാന്റെ മാസം, മുഹറം 10 രാവ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രി മഹാനായ ശൈഖുനാ പുഞ്ചിരിയോടെ കലിമ ചൊല്ലി വഫാത്തായി. മുഹറം 10 നോമ്പ് നോറ്റുകൊണ്ടാണ്, ആശൂറാന്റെ നോമ്പുകാരായിട്ടാണ് 10,000 ആളുകൾ മേലാറ്റൂരേക്ക് പോയത് മയ്യത്ത് നിസ്കരിക്കാൻ, അവസാനം ഒരു നോക്ക് കാണാൻ. ആരായിരുന്നു? കുഞ്ഞാണി ഉസ്താദ്. ഖുതുബിയത്ത് ചൊല്ലിയിരുന്നു, ഹദ്ദാദ് ചൊല്ലിയിരുന്നു, മൗലിദ് ഓതിയിരുന്നു. ശൈഖുനാ വഫാത്തായപ്പോഴാണ് ഭാര്യയും മക്കളും ശിഷ്യന്മാരും ഒരു ഡയറി കണ്ടെടുത്തത്. ശൈഖുനാ അറബിയിൽ കുറിച്ചു വെച്ചിരിക്കുന്നു, ഞാൻ ആദ്യം മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടത് വെല്ലൂര് ബാഖിയ
നവോദയാത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. 22 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മുത്തഅല്ലിമാണ്. മുത്തുനബിയെ സ്വപ്നം കണ്ട വിവരം ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല, ശിഷ്യന്മാർക്കറിയില്ല. മരണപ്പെട്ടതിന് ശേഷമാണ് അവരിത് അറിയുന്നത്. ഞങ്ങളുടെ ഉപ്പ മുത്തുനബിയെ സ്വപ്നം കണ്ട മഹാനായിരുന്നു എന്ന്. രണ്ടാമത് റസൂലുള്ളാഹിനെ ഞാൻ കണ്ടത് ആ ദിവസവും സന്ദർഭവും സാഹചര്യവും എഴുതി വച്ചിട്ടുണ്ട്. അന്ന് മുത്തുനബിയെ ഞാൻ പുഞ്ചിരിയോടെ റസൂലുള്ളാഹിനെ കണ്ടു. മുത്തുനബിയുടെ സുഗന്ധം എന്നിലേക്ക് അടിച്ചു വീശി. മുത്തുനബി എന്നോട് പറഞ്ഞു, ഖൽബ് ഒന്നുകൂടെ തസ്കിയത്ത് ചെയ്യണം. മൂന്നാമത് ഞാൻ മുത്തുനബിയെ കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ കൈമുത്താൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മുത്തുനബി എനിക്ക് കൈ നീട്ടി തന്നു. ഞാൻ റസൂലുള്ളാഹിന്റെ കൈമുത്തി എന്ന് ശൈഖുനാ കുഞ്ഞാണി ഉസ്താദ് ഡയറി കുറിപ്പിൽ എഴുതി വെച്ചതാണ്. ഇത് ആത്മീയത കച്ചവടം ചെയ്യാൻ വേണ്ടിയല്ല. മരിക്കുന്നത് വരെ ഇത് ആർക്കും അറിയുമായിരുന്നില്ല. ആരാരും അറിയാതെ നമുക്കിടയിൽ ഒരു സാധാരണക്കാരനായി സാത്വികനായി പട്ടിക്കാട് ജാമ്യയിൽ ജോലി ചെയ്യുമ്പോ 1 രൂപ വേതനം പോലും വാങ്ങാതെ ശമ്പളം പറ്റാതെ മഹാനായ ശൈഖുനാ കുഞ്ഞാണി ഉസ്താദ് നേതൃത്വം നൽകി. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു. ഇതാണ് സമസ്ത. അതുകൊണ്ടാണ് നമ്മളൊക്കെ സമസ്തക്കാരായത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഓടക്കൽ കുടുംബമാണ്. ഓടക്കൽ പണ്ഡിത കുടുംബം യമനിൽ നിന്ന് വന്ന പണ്ഡിത തറവാടാണ്. ഹമീദ് ഫൈസി ഉസ്താദിന്റെ പിതാവ് ഓടക്കൽ കുട്ടി മുസ്ലിയാർ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗമായിരുന്നു. ഒരു സൂഫിയായിരുന്നു. കണ്ടയാളുകൾക്കറിയാം. എപ്പോഴും പുഞ്ചിരി തൂകി മുഖം കണ്ടാൽ തന്നെ നമുക്ക് മുത്തുനബി പറഞ്ഞതുപോലെ ഇദാ റൂദുകിറല്ലാഹ്, മഹാന്മാരെ കാണുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരുമെന്ന് റസൂലുള്ള പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ട മഹാനായിരുന്നു. മഹാനായ ശൈഖുനാ കുട്ടി മുസ്ലിയാർ വഫാത്തായത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഖത്തം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും ഖുർആൻ ഓതുകയാണ്. കാരണം മഹാനായ ശൈഖുനാ ഹാഫിളായിരുന്നു. എങ്ങനെയാണ് ഹാഫിളായത്? ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പോയി പഠിച്ച് ഹാഫിളായതല്ല. മുത്തഅല്ലിമായി ഓതുന്ന കാലത്ത് ഒഴിവ് വേളകളിലൊക്കെ ഖുർആൻ ഓതും. അതായിരുന്നു ഹോബി, അതായിരുന്നു നേരം പോക്ക്. വെറുതെ ഇരിക്കൂല, ഖുർആൻ ഓതും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ട്രെയിനിലും ബസ്സിലും അത് ദർസ് നടത്തുന്ന കാലഘട്ടത്തിലും ഹമീദ് ഫൈലിയൊക്കെ പറയാറുണ്ട്, ഈരാറ്റുപേട്ടയിൽ ഉപ്പ ജോലി ചെയ്തു, കോട്ടയത്ത് ജോലി ചെയ്തു. നാട്ടിലേക്ക് ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞാണ് വരിക. ഇടവഴിയിലൂടെ നടന്നു വരുമ്പോ ഞങ്ങൾക്കറിയാം ഉപ്പ വരുന്നു. കാരണം മനോഹരമായി ഖുർആൻ ഓതിക്കൊണ്ടാണ് വരിക. ഞങ്ങൾക്കറിയാം ഉപ്പയാണ് വരുന്നത്. സദാസമയം ഖുർആനിൽ ലയിച്ചു പോയി ഖുർആൻ ഹാഫിളായി. മരിക്കുന്ന സമയത്തും ഖുർആൻ ഓതിയതിന്റെ ബാക്കി ഓതിക്കൊണ്ടിരിക്കുകയാണ്. സക്കറാത്തിന്റെ അവസാന നിമിഷങ്ങൾ എത്തിയപ്പോ യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ അഫൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി പുഞ്ചിരിച്ച് കണ്ണടച്ചു. ശൈഖുനാ ശംസുൽ ഉലമയുടെ വഫാത്ത് നമ്മൾ പറയാറില്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് പറയാറില്ലേ? രാജകുമാരന്മാരായി റബീഉൽ ആഖിറിലെ തിങ്കളാഴ്ച സുബഹി ബാങ്കിന്റെ കലിമക്കൊരക്ക മറുപടി പറഞ്ഞുകൊണ്ട് വആഖിറു അൽഫാദിൽ അദാനി മുഖാരിനു ബിഅൻഫാസിഹിൽ ഉഖറല്ലതി ലം തുആഖബി. ശൈഖുനാ ശംസുൽ ഉലമ വുളൂഓടുകൂടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ അവസാനത്തെ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിച്ച് കടന്നുകൊണ്ട് ദിക്റിലായി അങ്ങനെ കഴിഞ്ഞുകൂടി. ആ തസ്ബീഹ് മാല കയ്യിലുണ്ടായിരുന്നു. യാസീൻ ഓതി പൂർത്തിയായി. കൂടെയുള്ളവർ ബാങ്കുലിക്ക് മറുപടി പറഞ്ഞു. ശൈഖുനാ മറുപടി പറഞ്ഞു, ജവാബ് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പുഞ്ചിരിയോടെ കണ്ണടച്ചു, കൈകാലുകൾ ചേർത്ത് വെച്ചു. ആ തസ്ബീഹ് മാല ഉതിർന്ന് താഴെ വീഴുകയാണ്. ശൈഖുനാ ശംസുൽ ഉലമയുടെ വഫാത്ത് എത്ര കൗതുകത്തോടെയാണ് നമ്മൾ ഓർക്കാറുള്ളത്. ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് മഹാനായ സൈനുൽ ഉലമ ഒരിക്കൽ കാണാൻ ചെന്നു. ചെറുശ്ശേരി ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് വലിയ സന്തോഷത്തിലാണ്. ചോദിച്ചു, ശൈഖുനാ അങ്ങയുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടല്ലോ. അതെ, എനിക്കൊരു നിധി കിട്ടിയതാണ്. എന്താണ് നിധി? ദുനിയാവല്ല, സ്വർണമല്ല, പണമല്ല എന്നറിയാം. ഖാദിരിയ തരീഖത്തിന്റെ ഒരു ശൈഖ് ഒരു സ്വലാത്ത് ചൊല്ലാനുള്ള ഇജാസത്ത് എനിക്ക് തന്നു. കണ്ണിയത്ത് ഉസ്താദ് പറയുകയാണ്, ആ സ്വലാത്ത് ചൊല്ലി പതിവാക്കിയാൽ ഒന്നാമത്തെ നേട്ടം വഫാത്തിന്റെ നേരത്ത് മുത്തുനബിയെ കാണാം.
മുത്തനബിയെ കണ്ട് മരിക്കാം. റസൂലുള്ളാന്റെ ജമാലിയത്തും ജലാലിയത്തും നിറഞ്ഞ പുണ്യഭൂമുഖം, ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖിനെ കണ്ട് മരിക്കാം. രണ്ടാമത്തെ നേട്ടം എന്താണെന്നറിയോ? റസൂലുള്ള ഇമാം നിന്നുകൊണ്ട് അർവാഹുകളും മലായികത്തും പങ്കെടുക്കുന്ന മയ്യത്ത് നിസ്കാരം ലഭിക്കും. മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? ഖബറടക്കം കഴിയുന്നവർ റസൂലുള്ളാന്റെ ഹുളൂർ, മുത്തനബിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അങ്ങനത്തെ ഒരു സ്വലാത്തിന്റെ ഇജാസത്ത് എനിക്ക് കിട്ടി. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ആ സ്വലാത്തിന്റെ ഇജാസത്ത് സൈനുൽ ഉലമയും വാങ്ങി. മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ ജനലക്ഷങ്ങൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആ യാത്ര അതിലൊക്കെ പങ്കെടുത്ത സൈനുൽ ഉലമ പറയാറുണ്ട്, ആ വലിയ നേട്ടങ്ങൾ മുഴുവനും കണ്ണിയത്ത് ഉസ്താദ് നേടി. ഇതിനാ നമ്മൾ സമസ്തക്കാരായത്, അതിനാ നമ്മൾ സമസ്തക്കാരാവേണ്ടത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, നമുക്കും ഈമാനോടുകൂടെ നല്ല രൂപത്തിൽ മരിച്ചു പോകണം. ഒന്നുകൂടെ പറയട്ടെ, വഹാബികളെ, മൗദൂദികളെ, നിങ്ങൾക്ക് ഇവരെ മനസ്സിലായില്ല. ഈ മഹാന്മാരൊക്കെ മൗലിദും ഖുതുബിയത്തും മങ്കൂസ് മൗലിദും ഹദ്ദാദും ബുറുദയും ഒക്കെ ചൊല്ലിയും പാടിയും നടന്ന ആളുകളാണ്. അതാ സുന്നത്ത് ജമാഅത്ത്. ഈമാൻ കിട്ടണോ നമുക്ക് ഈ ആത്മീയമായ വഴി, അത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സമസ്തക്കാരായത്. മാത്രമല്ല, നമ്മൾ മാത്രം പോരാ, അടുത്ത തലമുറയും സമസ്തക്കാരാവണം. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, സമയം വൈകി എന്നറിയാം. നമ്മുടെ ഇശൽ വിരുന്ന് ഇവിടെ നടക്കാനിരിക്കുകയാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഒരു വലിയ സമ്മേളനം? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നമ്മെ വിളിച്ചു. 33,313 ക്യാമ്പ് അംഗങ്ങൾ, അവരുടെ രജിസ്ട്രേഷൻ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ദായിമാര് 10,000 ദായിമാരും ക്യാമ്പ് അംഗങ്ങളും പല ആളുകളും അതിൽ റെഡിയായി, അതിൽ അൽഹംദുലില്ലാ രജിസ്റ്റർ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളോടെ പോകാൻ കാത്തിരിക്കുക. ചില ആളുകൾക്കൊരു വിമർശനം, എന്തിനാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം? ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർകോട്ടെ കുണിയയിൽ കോടികൾ പൊട്ടിച്ചിട്ട് എന്തേ ഈ ഉമ്മത്തിന് ഗുണം? അതുകൊണ്ട് വല്ല യൂണിവേഴ്സിറ്റിയോ അറബിക് കോളേജോ ഉണ്ടാക്കിക്കൂടെ? അല്ലെ പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചൂടെ? രോഗികളെ സഹായിച്ചൂടെ? ഇങ്ങനെയൊക്കെ തലയണ മന്ത്രം നടത്തുന്നവരോട് പറയട്ടെ, സമസ്തയുടെ സമ്മേളനത്തിന് പഴയകാലത്ത് പോകുന്ന ആളുകൾ പറയാറുണ്ട്, എന്തിനാ സമ്മേളനത്തിന് പോകുന്നത്? യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് കയ്യെത്ത് ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുന്നതിന് ആമീൻ പറയാൻ. അടിയങ്ങളെ കാക്കണേ, അടിയങ്ങളോട് പൊറുക്കണേ, അടിയങ്ങളെ സഹായിക്കണേ, അടിയങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്യുന്നതിന് ആമീൻ ചൊല്ലാൻ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് പറയുമ്പോ 10,000 യത്തീമുകളായ മക്കൾ, 10,000 ഹാഫിളീങ്ങളായ മക്കൾ, 10,000 മുത്താലിമീങ്ങളായ മക്കൾ, ജനലക്ഷങ്ങൾ മഹാന്മാരായ ആലിമീങ്ങൾ, 10,000 തങ്ങന്മാര്, ഈ സ്വാലിഹീങ്ങളായ മഹാന്മാര് മുഴുവനും വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ പങ്കെടുക്കുമ്പോ ഉസ്താദുമാര് തങ്ങന്മാര് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാനുള്ള ആത്മീയ സംഗമത്തിലേക്കാണ് സമസ്തക്കാര് പോകാൻ കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മീയത, നമ്മുടെ ആഗ്രഹം ഒരു മഹാസമ്മേളനത്തിന് പോയാൽ ജനലക്ഷങ്ങളായ ആളുകൾ ഒന്നിച്ച് മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കും, അതിലൊരു മഅ്മൂമായി മാറാൻ. ഇതൊക്കെയല്ല ഒരു സമ്മേളനം കൊണ്ട് നമ്മുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഒരു സമ്മേളനം, സമസ്തയുടെ ചരിത്രം സമ്മേളനങ്ങളാണ്. സമസ്തയുടെ ചരിത്രം, ഈ ആദർശം പറയാൻ ആദ്യത്തെ 30 കൊല്ലം സമ്മേളനങ്ങൾ മാത്രമാണ് സമസ്ത. പിന്നെയാണ് മദ്രസയും അറബിക് കോളേജും ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നമുക്ക് മദ്രസ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒന്നാമത് പറഞ്ഞ ഡിമാൻഡ് എന്താണെന്നറിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ദീൻ പഠിപ്പിക്കാൻ എന്നല്ല, അങ്ങനെ ഒരു ഇസ്ലാമില്ല. പിന്നെ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ. കാര്യവട്ടത്ത് അങ്ങനെ അവതരിപ്പിച്ചത് പ്രമേയം. സുന്നത്ത് ജമാഅത്ത് നമ്മുടെ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കാനാണ് മദ്രസ ഉണ്ടാക്കാൻ ബാഫഖി തങ്ങൾ പറഞ്ഞത്. ബിദ്അത്തിൽ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ, അടുത്ത തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്തണം. തഹിയ ആപ്പിലൂടെ നമ്മളൊക്കെ സംഭാവന നൽകുകയാണ്. മഹല്ലുകളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഏറെക്കുറെ 17 കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ്. വാഗ്ദാനം ഉൾപ്പെടെയാണെങ്കിൽ അത് ഏറെക്കുറെ 10-40 കോടിക്ക് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. എന്തിനാണ്? കേവലം ഒരു സമ്മേളനം നടത്തൽ മാത്രമാണോ ലക്ഷ്യം? അതല്ല. സമസ്ത ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. തഹിയ ആപ്പ്, അതിലൂടെ 15 പദ്ധതികൾ, 10-ലധികം ദഅ്വാ പദ്ധതികളാണ്. ഒരു 50 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ മക്കൾ എത്ര വിദ്യാഭ്യാസവും ശാസ്ത്രബോധവും എത്ര പുരോഗതിയും ഉണ്ടായാലും ആത്മീയതയുള്ള സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്ന മക്കൾ
മക്കൾ ഇവിടെ ഉണ്ടാവണം. ഒരു സെന്റിനറി എജിയു സിറ്റി, ഏക്കർ കണക്കിന് സ്ഥലത്ത് സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു വലിയ ആത്മീയ വിദ്യാഭ്യാസ പ്രൊജക്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഒക്കെ ദീൻ പഠിക്കാൻ, സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ, അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടാൻ വലിയൊരു ക്യാമ്പസ് സമസ്ത വിഭാവന ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ലേണിംഗ് വില്ലേജ് നമുക്കറിയാം, ഇന്ന് ഓൺലൈനായി 31 രാജ്യങ്ങളിലെ 10,000 കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ സംവിധാനം ഇനിയും പുരോഗതിപ്പെടുമെന്ന് സമസ്തക്കറിയാം. AI ടെക്നോളജിയുടെ, റോബോട്ടിക് യുഗത്തിന്റെ അത്യത്ഭുതകരമായ കുതിച്ചുചാട്ടത്തിന്റെ ലോകമാണ്. ഏത് യുഗം വന്നാലും അവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. 31 രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെ, ഏഷ്യൻ രാജ്യങ്ങളിലെ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ 10,000 കുട്ടികളാ ദീൻ പഠിക്കുന്നത്. ഇപ്പോ അടുത്ത തലമുറയിൽ അതിനേക്കാൾ പുരോഗതി വേണ്ടി വരും. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരാം. കാസർകോട്ടെ നമ്മുടെ എക്സ്പോയിൽ അതിന്റെ പ്രൊജക്ട് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ സമിതി പറഞ്ഞു, ഞങ്ങൾ അവിടെ ഒരു റോബോട്ടിനെ സംവിധാനിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റോബോട്ടിനോട് മസ്അല ചോദിച്ചാൽ ഫത്ഹുൽ മുഈൻ അടിസ്ഥാനപ്പെടുത്തി റോബോട്ട് അതിന് മറുപടി തരും. ഉസ്താദുമാർ അതിന് അംഗീകാരം കൊടുത്തു. അതിന്റെ പ്രൊജക്റ്റുമായി അത് വിജയിച്ചാൽ, അത് പൂർണ്ണമായാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് അവിടെ കാണാം. എന്താണ് സമസ്തയുടെ ലക്ഷ്യം? ഏത് റോബോട്ടിക് യുഗം വന്നാലും, ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI ടെക്നോളജി വളർന്നു വന്നാലും ഫത്ഹുൽ മുഈൻ സുന്നി ഇവിടെ നിലനിൽക്കണം. നമ്മുടെ മഖദൂമി പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം. നമ്മുടെ മൗലിദും മാലയും നമ്മുടെ ആത്മീയതയും ഇവിടെ നിലനിൽക്കണം. ആത്മീയതയിൽ ഊന്നിയ ഒരു ഉമ്മത്ത് ഇവിടെ നിലനിൽക്കണം. അതിനാണ് ആ പദ്ധതികളൊക്കെ. അതിനാണ് നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. കേവലം ഒരു സമ്മേളനം നടത്താനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവസാനം ദുആ നടക്കും.